അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദി വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ഏറെ പ്രിയമുള്ള വിശ്വാസികളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈ സംസാരത്തെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന നല്ലവരായ സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് പാലിച്ച് ജീവിതത്തെ ക്രമീകരിക്കണം, ചിട്ടപ്പെടുത്തണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. വിശ്വാസികളായ നാം ഓരോരുത്തരും നമ്മുടെ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും അള്ളാഹുവിൻ്റെ ദീനിനെ ആത്മാർത്ഥമായി സഹായിക്കാനും ആ ദീനിൻ്റെ സത്യസന്ധമായ പ്രചരണത്തിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യാനുമാണ് ഇത്തരത്തിലുള്ള സമ്മേളനങ്ങളിൽ, സദസ്സുകളിൽ ഒരുമിച്ച് കൂടുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവർത്തനങ്ങളെ ഏറ്റവും നല്ല കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. ഇസ്ലാം മുന്നോട്ട് വച്ചിട്ടുള്ള അടിസ്ഥാന വിശ്വാസം, ഇസ്ലാമിൻ്റെ ആദർശം അതിൻ്റെ കൃത്യതയിലും തനിമയിലും പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ സമൂഹത്തെ പഠിപ്പിക്കുക, സമൂഹത്തിന് പകർന്നു കൊടുക്കുക എന്നതാണ് ഇഹലോകത്ത് നാം ഏറ്റവും വലിയ കാര്യമായി സ്വീകരിച്ചിട്ടുള്ളത്. ഒരിക്കലും തന്നെ ഭൗതികമായ താൽപ്പര്യങ്ങളോ നേട്ടങ്ങളോ ഇത്തരം പ്രവർത്തനങ്ങൾ കൊണ്ട് നാം ആഗ്രഹിക്കുന്നില്ല. അല്ലാഹു ഒരുക്കിയിട്ടുള്ള സുഖാനുഭൂതികളുടെ ലോകമായ സ്വർഗത്തിൽ ഒരു ഇടമാണ്
നാം എല്ലാവരും കാംക്ഷിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള സൗഭാഗ്യം നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. വിശുദ്ധ ഖുർആൻ ഏതൊരു കാര്യത്തിലാക്കാണ് നമ്മെ വിളിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം എന്താണ് നമ്മുടെ മുമ്പിൽ വരച്ച് കാണിച്ചിട്ടുള്ളത്? ആ കാര്യങ്ങളെ സംബന്ധിച്ച് നാം ഓരോരുത്തരും ബോധവാന്മാരായിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന പ്രകാശം അഥവാ സത്യം എന്നത് വളരെ മഹത്തായ ഏറെ വിലയുള്ള കാര്യമായിട്ടാണ് വിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. ഖുർആനിൽ ധാരാളമായി വന്നിട്ടുള്ള പദമാണ് നൂർ എന്നുള്ളത്. ആ വാക്കിന്റെ താല്പര്യം ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന ഇസ്ലാമിൻ്റെ ഷഹാദത്ത് കലിമയാണ്. ആ കലിമ ഉൾക്കൊള്ളുന്ന അർത്ഥതലങ്ങൾ ഏതൊക്കെയാണോ അതിനെയാണ് നൂർ എന്ന പദം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ഒരിക്കലും മങ്ങാതെ മായാതെ ജ്വലിച്ചു നിൽക്കുന്ന പ്രകാശിച്ചു നിൽക്കുന്ന കാര്യമായിട്ടാണ് ഇസ്ലാമിൻ്റെ ആശയത്തെ വിശ്വാസത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ആ പ്രകാശത്തിലേക്ക് അവൻ്റെ അടിമകളെ എത്തിക്കുക എന്നത് അല്ലാഹുവിൻ്റെ ബാധ്യതയാണ്. ആ സത്യത്തെ സംബന്ധിച്ച് പഠിക്കാനുള്ള വഴികളെക്കുറിച്ച് മാർഗങ്ങളെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ മനുഷ്യർക്ക് മുമ്പിൽ വിശദീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സത്യത്തിന് എതിരായി എന്തെല്ലാം കാര്യങ്ങൾ സമൂഹത്തിലുണ്ടാകും, അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും അധർമ്മങ്ങളും അനീതികളും അരാജകത്വങ്ങളും വ്യത്യസ്ത കാരണങ്ങളാൽ സമൂഹത്തിന്റെ ഭാഗമായി വരികയും വിവരമില്ലാത്തവർ വിവേകമില്ലാത്തവർ അതിൽ ആകൃഷ്ടരാവുകയും ളുലുമാത്തുകളെ ഇരുട്ട് നിറഞ്ഞ കാര്യങ്ങളെ പിശാച് അവർക്ക് ഭംഗിയുള്ളതായി അലങ്കാരമുള്ളതായി കാണിച്ചു കൊടുക്കും. ശക്തമായ താക്കീത് മുന്നറിയിപ്പ് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു നൽകിയിട്ടുണ്ട്. അല്ലാഹു വലിയുല്ലദീന ആമനു, ഈമാനുള്ളവർക്ക് സംരക്ഷണം നൽകുന്നവൻ അല്ലാഹുവാണ്. യുഖ്രിജുഹും മിനൽ-ളുലുമാത്തി ഇലൻ-നൂർ, അന്ധകാരങ്ങളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് അവരെ കൊണ്ട് നയിക്കുന്നവൻ അല്ലാഹുവാണ്. വല്ലദീന കഫറു ഔലിയാഉഹുമുത്-ത്വാഗൂത്ത്, അവിശ്വാസികളായ ആളുകൾക്ക് ദുർമൂർത്തികളായിരിക്കും അവർ സ്വീകരിച്ച പങ്കാളികളായിരിക്കും സഹായികളായി മിത്രങ്ങളായി ഉണ്ടാവുക. യുഖ്രിജൂനഹും മിനൻ-നൂരി ഇലൽ-ളുലുമാത്ത്, സത്യമാകുന്ന വെളിച്ചത്തിൽ നിന്ന് അസത്യങ്ങളിലേക്ക്, അക്രമങ്ങളിലേക്ക്, അന്യായങ്ങളിലേക്ക് പിശാചാകുന്ന ചതിയൻ അവരെ വലിച്ചു കൊണ്ടുപോകും. ഉലൈക അസ്ഹാബുന്നാർ, അവർക്ക് അല്ലാഹു ഒരുക്കിയിട്ടുള്ള നരകമാണുള്ളത്.
ഹും ഫീഹാ ഖാലിദൂൻ, അവർ അതിൽ നിത്യവാസികളായിരിക്കും, ശാശ്വതരായിരിക്കും. വളരെ ഗൗരവകരമായ താക്കീതാണ് അല്ലാഹു നൽകുന്നത്. വിശ്വാസികളായി ജീവിക്കണമെന്നാഗ്രഹിക്കുന്നവർക്ക് സന്തോഷവാർത്തയും, അവിശ്വാസങ്ങളുടെ ഭംഗി കണ്ട് അലങ്കാരം കണ്ട് അതിൽ ആകൃഷ്ടരായി ജീവിക്കുന്നവർക്കുള്ള ശക്തമായ മുന്നറിയിപ്പും ഈ ആയത്തിലുണ്ട്. ഇവിടെ ഏറ്റവും വ്യക്തമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അല്ലാഹു നൂർ എന്ന ഏകവചനമാണ് പ്രയോഗിച്ചിട്ടുള്ളത്. അതെന്തിനെ കുറിച്ചാണ്? സത്യത്തെക്കുറിച്ചാണ്. അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും, ലോകത്ത് സത്യം എന്നത് ഒന്നു മാത്രമാണ്. എന്നാലോ അതിന് വിപരീതമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ദുലുമാത്തുകളാണ്. അവിടെ ബഹുവചനമാണ് അല്ലാഹു പ്രയോഗിച്ചിട്ടുള്ളത്. ചെറുതും വലുതുമായിട്ടുള്ള ഇരുട്ടിന്റെ വഴികൾ ഒരുപാട് ലോകത്തുണ്ടാകും. ആ വഴികളിലൂടെ ഓടേണ്ടവരോ ജീവിക്കേണ്ടവരോ അല്ല വിശ്വാസികൾ. അല്ലാഹു വേർതിരിച്ച് കാണിച്ചിട്ടുള്ള സത്യത്തിന്റെ അവകാശികളായി ആ മാർഗത്തിൽ മരണം വരെ ഉറച്ചു നിൽക്കാനുള്ള ബോധമാണ് വിശ്വാസികൾക്ക് വേണ്ടത്. അതാണ് ഈ ആയത്തിൽ വളരെ പ്രാധാന്യത്തോടെ അല്ലാഹു പഠിപ്പിക്കുന്നത്. ഇനിയോ ഈ സത്യം എവിടെ നിന്നാണ് ലഭിക്കുക? അല്ലാഹുവിന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് സിറാത്തുൽ മുസ്തഖീമിലൂടെ ജീവിക്കാൻ സന്നദ്ധരാകുന്നവർ ആരാണോ അവർക്ക് അല്ലാഹു കൊടുക്കുന്ന വലിയ ഒരു സമ്മാനമാണ്, നേട്ടമാണ് ഈ സൗഭാഗ്യം എന്നുള്ളത്. യഹ്ദീ ബിഹില്ലാഹു മനിത്തബഅ റിളവാനഹു സുബുലസ്സലാം. അല്ലാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് നേർമാർഗത്തിലൂടെ ജീവിക്കുന്നവർ ആരാണോ അവർക്ക് അല്ലാഹു കൊടുക്കുന്നതാണ് സിറാത്തുൽ മുസ്തഖീം. വയുഖ്രിജുഹും മിനൽ-ളുലുമാത്തി ഇലൻ-നൂരി ബിഇദ്നിഹി. അല്ലാഹുവിന്റെ അനുമതിയോടെ, അവന്റെ താൽപര്യത്തോടെ, അവന്റെ ഉദ്ദേശത്തോടെ അജ്ഞതകളിൽ നിന്ന്, ഇരുട്ടുകളിൽ നിന്ന് പ്രകാശത്തിലേക്ക് അല്ലാഹു അവരെ പ്രവേശിപ്പിക്കും. വയഹ്ദീഹിം ഇലാ സിറാത്തിൻ മുസ്തഖീം. നേർമാർഗത്തിലൂടെ അല്ലാഹു അവരെ വഴി നടത്തും. എത്രയോ സ്ഥലങ്ങളിൽ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. ഹുനൈൻ യുദ്ധശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികൾക്ക് മുമ്പിൽ നടത്തിയ ഒരു പ്രഭാഷണമുണ്ട്. ആ പ്രഭാഷണത്തിൽ വ്യക്തമാണ്, യാ മഅശറൽ അൻസാർ, അൻസാരികളെ എന്ന് വിളിച്ചുകൊണ്ട് പറഞ്ഞു, അലം അജിദുക്കും ദുല്ലലൻ, ഞാൻ നിങ്ങളെ കണ്ടത് അറിവില്ലാത്ത, സത്യത്തിന്റെ ഭാഗമല്ലാത്ത അവസ്ഥയിലായിരുന്നു. ഫഹദാക്കുമുല്ലാഹു ബി, എന്നിലൂടെ അല്ലാഹു നിങ്ങൾക്ക് നേർമാർഗം നൽകുകയാണ്. ഫഅഗ്നാക്കുമുല്ലാ, നിങ്ങളെ ഞാൻ ദരിദ്രരായിട്ടാണ് കണ്ടിരുന്നത്, എന്നിലൂടെ അല്ലാഹു നിങ്ങൾക്ക് ഫഅഗ്നാക്കുമുല്ലാഹു ബി, എന്നിലൂടെ അല്ലാഹു നിങ്ങൾക്ക് ഐശ്വര്യം നൽകിയിരിക്കുന്നു. വമുതഫർരിഖീന, നിങ്ങൾ മാനസികമായി അടുപ്പമില്ലാതെ ചിന്നിച്ചിതറി കിടക്കുകയായിരുന്നു. ഫജമഅകുമുല്ലാഹു ബി, അല്ലാഹു എന്നിലൂടെ നിങ്ങൾക്ക് ഐക്യം നൽകിയിരിക്കുന്നു. ഈ വാക്കുകൾ, ഈ ചോദ്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേട്ടപ്പോൾ സ്വഹാബത്ത് പറഞ്ഞു, അല്ലാഹു വറസൂലുഹു അമൻ, അല്ലാഹുവും അല്ലാഹുവിന്റെ ദൂതരുമാണ് ഏറ്റവും സൗഭാഗ്യം, ഏറ്റവും അനുഗ്രഹം. അത് വല്ലാത്ത ഒരു നേട്ടമാണ്. അല്ലാഹു തന്ന വഴിയിലൂടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ച വഴിയിലൂടെ ജീവിക്കാൻ സാധിക്കുക എന്നത് വലിയ ഒരു സൗഭാഗ്യമാണ്, വലിയ ഒരു അനുഗ്രഹമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികൾ അവിടുത്തെ ജീവിതത്തിൽ നിന്ന് അനുഭവിച്ച് മനസ്സിലാക്കിയ യാഥാർത്ഥ്യമാണ്, വസ്തുതയാണ്. വിശ്വാസികളെ, നമ്മുടെ ജീവിതത്തിൽ ഈ തിരിച്ചറിവുണ്ടാകണം. നമുക്ക് ഈ കാര്യത്തെ ഉൾക്കൊള്ളാനും അതിലൂടെ സന്തോഷിക്കാനും സാധിക്കേണ്ടതുണ്ട്. പല കാരണങ്ങളാലും വിശ്വാസങ്ങൾക്ക് പകരം അന്ധവിശ്വാസങ്ങൾ സമൂഹത്തിൽ ലയിച്ചിട്ടുണ്ട്. ഉറച്ച നിലപാടുകൾക്ക് പകരം നിഷേധ സ്വഭാവങ്ങൾ സമൂഹത്തിന്റെ ഭാഗമായിട്ടുണ്ട്. ആത്മാർത്ഥമായ മനസ്സോടെ, നിറഞ്ഞ മനസ്സോടെ
ഇസ്ലാമിന്റെ അധ്യാപനങ്ങളെ സ്വീകരിക്കേണ്ടതിന് പകരം പരിഹസിക്കുന്നവരും കളിയാക്കുന്നവരും സമൂഹത്തിന്റെ ഭാഗമായിട്ടുണ്ട്. ഇത് വലിയ അപകടമാണ്. വിശുദ്ധ ഖുർആൻ ശക്തമായ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ള ദുലുമാത്തുകളിലാണ്, ഇരുട്ടുകളിലാണ് ഇത്തരം കാര്യങ്ങൾക്ക്, ദുസ്വഭാവങ്ങൾക്ക് സ്ഥാനമുള്ളത്. അതെല്ലാം തന്നെ സത്യമെന്ന വെളിച്ചത്തിന് എതിരാണ്, സത്യമെന്ന ജ്വലിക്കുന്ന പ്രകാശത്തിന് എതിരാണ്. ഒരാൾക്കും അള്ളാഹുവിന്റെ ദീനിനെ വായ കൊണ്ട് ഊതിക്കെടുത്താൻ കഴിയില്ല. ഒരു വാക്കുകൊണ്ട് പോലും അതിനെ മുറിവേൽപ്പിക്കാൻ സാധിക്കില്ല. ഒരു ചെറിയ പ്രവർത്തനം, ഇസ്ലാമിലില്ലാത്ത ഒരു വിശ്വാസം, ഒരു പ്രവർത്തനം എത്ര വലിയ രൂപത്തിൽ ചെയ്ത് കാണിച്ചാലും അത് ഇസ്ലാമിനെ ബാധിക്കുകയില്ല. എന്തേ കാരണം? ഇസ്ലാം അത്രയും കെട്ടുറപ്പുള്ളതാണ്, ഭദ്രമാണ്. ഒരാൾക്കും തകർക്കാൻ പറ്റാത്ത വിധം ഉറച്ചു നിൽക്കുന്ന ഒരു മാർഗമാണ് ഇസ്ലാം. നോക്കൂ നിങ്ങൾ, ഇസ്ലാമിനെ പഠിപ്പിക്കാൻ വന്ന അവസാന പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിഷയത്തിൽ വ്യാപകമായ അതിരുവിടൽ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളെ പിൻപറ്റി വന്ന അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരുടെ പേരിൽ തെറ്റായ ഒരുപാട് കാര്യങ്ങൾ പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. സ്വാലിഹീങ്ങളായി ജീവിച്ച അഹ്ലുസുന്ന വൽ ജമാഅയുടെ ഉന്നതരായ പണ്ഡിതന്മാരുടെ പേരിൽ ഒരുപാട് അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ എല്ലാം അടിസ്ഥാന കാരണം എന്താണ്? മൂല കാരണം എന്താണ്? ഇസ്ലാം മുന്നോട്ട് വെച്ച, ഇസ്ലാം അവതരിപ്പിച്ച വിശ്വാസത്തിന്റെ വില ആളുകൾ മനസ്സിലാക്കിയിട്ടില്ല എന്നതാണ്. അള്ളാഹുവിന്റെ കൽപ്പനയെ, അള്ളാഹുവിന്റെ വാക്കുകളെ മുഖവിലക്കെടുക്കാൻ മറ്റെന്തിനേക്കാളും വിശുദ്ധ ഖുർആനിന്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അധ്യാപനങ്ങൾക്ക് പരിഗണന കൊടുക്കാൻ ആളുകൾക്ക് സാധിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും ഗൗരവമായിട്ടുള്ള കാര്യം. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വഇന്ന കസീറൻ, ധാരാളം ആളുകൾ ലയുദില്ലൂന ബിഅഹ്വാഇഹിം, അവരുടെ ഇഷ്ടങ്ങൾ കൊണ്ട് വഴിതെറ്റിപ്പോയിട്ടുണ്ട്, തെറ്റായ മാർഗത്തിലേക്ക് പോയിട്ടുണ്ട്. ബിഗൈരി ഇൽമിൻ, അവർക്ക് ശരിയായ അറിവില്ലാത്തത് കൊണ്ടാണ്. എന്നാൽ ഇന്ന റബ്ബക ഹുവ അഅലമു ബിൽ മുഅ്തദീൻ, അതിരുവിട്ട് പ്രവർത്തിച്ച ആളുകളെ കുറിച്ച് അല്ലാഹുവിന് വ്യക്തമായ അറിവുണ്ട്. റബ്ബിന്റെ അറിവിൽ നിന്ന് ആരും ഒഴിവല്ല. അല്ലാഹുവിന് കൊടുക്കേണ്ട പ്രാർത്ഥനയും സഹായതേട്ടവും ഇടതേട്ടവും നേർച്ചയുമൊക്കെ അല്ലാഹു അല്ലാത്ത ആളുകൾക്ക് നൽകി അതിരുവിട്ട് ജീവിച്ച ആളുകളെ അല്ലാഹു മറന്നു പോകുന്നില്ല. അല്ലാഹുവിന്റെ അറിവിൽ നിന്ന് അവർ ഒഴിവല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 23 വർഷങ്ങളിലെ ജീവിതത്തിന് യോജിക്കാത്ത പ്രവർത്തനങ്ങൾ, അതൊക്കെ വലിയ പുണ്യമുള്ള കാര്യങ്ങളല്ലേ, നല്ല നല്ല വിഷയങ്ങളല്ലേ എന്ന് കരുതി സ്വീകരിച്ച് ആചരിച്ച് കൊണ്ടാടുന്ന ആളുകൾ, അവർ അള്ളാഹുവിന്റെ അറിവിൽ നിന്ന് പുറത്തല്ല. അള്ളാഹുവിന്റെ അറിവിലാണ് അവർ ഉള്ളത്. എല്ലാം അള്ളാഹു കാണുന്നുണ്ട്, എല്ലാം അള്ളാഹു അറിയുന്നുണ്ട്. നോക്കൂ നിങ്ങൾ, സത്യം മനസ്സിലാക്കാനും തിരിച്ചറിയാനുമുള്ള കഴിവ് അള്ളാഹു നൽകിയിട്ട് അത് ഉപയോഗപ്പെടുത്താൻ അധികം ആളുകളും തയ്യാറാകുന്നില്ല എന്നത് വലിയ അപകടം തന്നെയാണ്. വിശ്വാസികളായ നാം മരണം വരെ മലക്കുൽ മൗത്ത് വന്ന് നമ്മുടെ റൂഹിനെ പിടിക്കുന്ന അവസാന സന്ദർഭം വരെ അള്ളാഹുവിന്റെ ദീനിന് കീഴ്പ്പെട്ട് അവനെ അനുസരിച്ച് അവന്റെ മുമ്പിൽ വിനയമുള്ള അടിമകളായി ജീവിക്കാൻ സന്നദ്ധരാകേണ്ടതുണ്ട്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു നൽകിയിട്ടുള്ള മുന്നറിയിപ്പ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എത്ര വലിയ നിഷേധികൾ കൊണ്ട് പരീക്ഷിക്കപ്പെട്ട ആളാണ്, കപടന്മാരെ കൊണ്ട് പരീക്ഷിക്കപ്പെട്ട ആളാണ്, ജൂത ക്രൈസ്തവ വിഭാഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെട്ട ആളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, വത്തബിഅ മാ യൂഹാ ഇലൈക മിർ റബ്ബിക്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു കൽപ്പിക്കുന്നു, നിങ്ങൾക്ക് വഹിയായി നൽകപ്പെട്ട കാര്യങ്ങളെ നിങ്ങൾ പിൻപറ്റുക. ഇന്നല്ലാഹ കാന ബിമാ തഅമലൂന ഖബീർ. അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ പറ്റി സൂക്ഷ്മമായി അറിയുന്നവനാണ് അല്ലാഹ്. വതവക്കൽ അലല്ലാഹ്, അല്ലാഹുവിൽ തവക്കുലാക്കുക. വകഫാ ബില്ലാഹി വകീലാ, സംരക്ഷകനായി അല്ലാഹു മതി.
വേറെ ഒരു കാവലും ആവശ്യമില്ല. അള്ളാഹു തരുന്ന, അള്ളാഹു ഒരുക്കിയിട്ടുള്ള സംരക്ഷണം, കാവൽ ധാരാളമാണെന്ന് വിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിപ്പിക്കുകയാണ്. ഈ കൽപ്പന വിശ്വാസികളെ നമുക്ക് ബാധകമാണ്. മുസ്ലിം സമൂഹമേ നമുക്ക് ബാധകമാണ്. മരണം വരെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി നാം സ്വീകരിക്കേണ്ടതും കാണേണ്ടതുമായ അധ്യാപനമാണ്. ഇത് ഒരാൾക്ക് മുമ്പിലും നമ്മൾ കാഴ്ചവെക്കാൻ പാടില്ല. സ്വന്തം കുടുംബത്തിൽപ്പെട്ട ഒരാൾക്ക്, നാട്ടിലുള്ള ഒരു വലിയ പ്രമാണിയായി ജീവിക്കുന്ന ഒരാൾ, അയാൾക്ക് മുമ്പിൽ പാടില്ല, എവിടെയും പാടില്ല. എന്തുകൊണ്ട്? റബ്ബിന്റെ കൽപ്പനകളാണ്, റബ്ബിന്റെ നിർദ്ദേശങ്ങളാണ്. ആ കൽപ്പനകൾക്ക് കീഴ്പ്പെട്ടുകൊണ്ടാണ് നാം ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ശക്തമായ ആദർശ പ്രവർത്തനങ്ങൾ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ സമൂഹത്തിൽ ഉണ്ടായപ്പോൾ നമ്മുടെ നാട്ടിൽ ഏകദേശം 1 നൂറ്റാണ്ട് കാലമായി അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്ന, അതിന്റെ ഇമാമുമാരായി അതിനുവേണ്ടി മുന്നിൽ നിൽക്കുന്ന ആളുകൾ, അവർക്ക് തന്നെ ഒരു ചെറിയ തിരിച്ചറിവൊക്കെ ഉണ്ടാവുകയാണ്. ഇത്ര അധികം നമ്മൾ പറയാൻ പറ്റുമോ? ഇത്ര ആവേശത്തോടുകൂടി കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞാൽ സമൂഹം പിഴക്കാൻ അത് കാരണമാകും. നാം കൊണ്ടു നടക്കുന്ന വിശ്വാസത്തെയും ആചാരങ്ങളെയും ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥ ഉണ്ടാകും. അതുകൊണ്ട് ഔലിയാക്കളുടെ വിഷയത്തിൽ, സ്വാലിഹീങ്ങളുടെ വിഷയത്തിൽ, അമ്പിയാക്കളുടെ വിഷയത്തിൽ നമ്മൾ ഇങ്ങനെ അതിരുവിട്ടുകൊണ്ട് ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ പാടില്ല എന്ന് ഈ അടുത്ത കാലത്ത് നമ്മുടെ നാട്ടിലെ സമസ്ത വിഭാഗത്തിലെ ചില ഉസ്താദുമാരൊക്കെ പറയാൻ തുടങ്ങി. അവരാ കാര്യം പുറത്ത് പറയുന്നുണ്ടെങ്കിലും അവരുടെ ഉള്ളിൽ, അവരുടെ അകത്ത് അത്തരം വിശ്വാസങ്ങളൊക്കെ ഒളിപ്പിച്ചുകൊണ്ടാണ് അവർ അത് പറയുന്നത്. സമൂഹത്തിനെ പേടിച്ചിട്ടാണ് പറയുന്നത്. അല്ലാതെ വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളെയും ആഴത്തിൽ മനസ്സിലാക്കിയത് കൊണ്ടോ ആ കാര്യങ്ങളെ പറ്റിയുള്ള പേടി കൊണ്ടോ അല്ല. സമൂഹത്തിന്റെ മുമ്പിൽ നമുക്കൊന്ന് രക്ഷപ്പെടണം, ഒന്ന് പിടിച്ചു നിൽക്കണം. അതാണ് അത്തരം ഉസ്താദുമാരുടെ താല്പര്യം. സമസ്തയിലെ ഇന്നത്തെ AP വിഭാഗം സമസ്ത മുഷാവറയിലെ പ്രധാനപ്പെട്ട ഒരു ഉസ്താദ്, അദ്ദേഹം പറയുന്ന ഒരു വാക്ക് ആദ്യമായി കേൾക്കുക. ഇതൊരു ഗണന പ്രസംഗമല്ല, ഇതൊരു ക്ലാസ്സാണ്. ഇത് എന്തിനാണ് ഈ ക്ലാസ്? അതൊരു ഉത്തരവാദിത്വം നിർവഹിക്കാനാണ്. ഇതൊരു ക്ലാസ്സാണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ഗണന പ്രസംഗയുടെ ജീവിതകാലത്തും ഇതൊരു ക്ലാസ് ഞാൻ പലപ്പോഴും ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇത് എന്തിനാണ് ഈ ക്ലാസ് ആയപ്പോ അതൊരു ഉത്തരവാദിത്വം നിർവഹിക്കാനാണ്. എന്താണ് ഉത്തരവാദിത്വം? ഞാൻ പറഞ്ഞല്ലോ, വലിയുള്ളാഹിയുടെ ജീവിതകാലത്തും ഞാൻ പലപ്പോഴും ബന്ധപ്പെട്ടിട്ടുണ്ട്. വഫാത്തായപ്പോ മയ്യിത്തിന്റെ കൂടെ ഞാനുണ്ട്. അങ്ങനെ വളരെയേറെ ബന്ധമുള്ള എനിക്ക് വലിയൊരു വേദന. എന്താ വേദന വെച്ചാൽ, ഇപ്പോൾ ഈ പുത്തൻവാദികളൊക്കെ ഇങ്ങനെ ഓരോരോ ക്ലിപ്പ് ഇട്ടിട്ട് CM വലിയുള്ളാഹിനെ കടിച്ചു കീറുകയാണ്. CM വലിയുള്ളാഹിയെ കടിച്ചു കീറുകയാണ്. അതിന്റെ ഉത്തരവാദി ആരാണ് എന്ന്. ഇതൊരു ക്ലാസ്സാണ് കേട്ടോ, ഇതൊരു ഗണന പ്രസംഗമല്ല, ഇതൊരു ക്ലാസ്സാണ്. ഇത് എന്തിനാണ് ഈ ക്ലാസ്? ക്ലാസ്സുകൾക്ക് വേണ്ടി വഴുതു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഉസ്താദാണ്. അദ്ദേഹത്തിന് ഒരു താല്പര്യം എന്താണ്? CM വലിയുള്ളാന്റെ വിഷയത്തിൽ നമ്മൾ വല്ലാതെ അതിരുവിട്ടു പോയിട്ടുണ്ട്. എന്നിട്ടോ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്ന സലഫികൾക്ക് നേരെ ഒരു വർത്തമാനം എന്താണ്? നമ്മൾ എന്തൊക്കെയോ അങ്ങാടിയിൽ പോയി CM വലിയുള്ളാനെ പറ്റി അധികമായി എന്തൊക്കെയോ പറയുന്നുണ്ട് എന്നാണ് അദ്ദേഹത്തിന്റെ പരാതി. നമ്മുടെ വകയായി നമ്മളൊന്നും ആ മനുഷ്യനെ പറ്റി പറയുന്നില്ല, അതിന്റെ ആവശ്യമില്ല. നമ്മുടെ നാടുകളിലുള്ള ഉസ്താദുമാർ അവരുടെ പ്രഭാഷണങ്ങളിലും അവരുടെ എഴുത്തുകളിലും സൂചിപ്പിച്ചതായ, പറഞ്ഞതായ കാര്യങ്ങൾ എന്താണോ അത് മാത്രമാണ് നമ്മൾ സമൂഹത്തെ കേൾപ്പിച്ചിട്ടുള്ളത്. എന്തിനാണ് ഇതൊക്കെ സമൂഹത്തെ കേൾപ്പിക്കുന്നത്? ഇത്രത്തോളം വലിയ അന്ധവിശ്വാസങ്ങളിലും അപകടങ്ങളിലുമാണ് സമൂഹമേ ഉള്ളത്. പരലോകത്തെ പേടിക്കണം,
അള്ളാഹുവിന്റെ കൽപ്പനകളെ ഉൾക്കൊള്ളണം. ഇത്തരത്തിലുള്ള ശിർക്കൻ വിശ്വാസങ്ങളിൽ, അന്ധവിശ്വാസങ്ങളിൽ, വ്യക്തിപൂജകളിൽ അകപ്പെട്ടു പോകരുത് എന്ന അപകടം ബോധ്യപ്പെടുത്താനാണ് സമൂഹത്തോട് നമ്മൾ ഈ കാര്യങ്ങൾ കാണിച്ചു കൊടുത്ത് സംസാരിച്ചത്. അപ്പൊ എന്താ ഉണ്ടായത്? ഇത് വല്ലാതെ മുന്നോട്ട് പോയാൽ സമസ്തയെ മൊത്തത്തിൽ ബാധിക്കുമെന്ന് ആർക്കറിയാം? കുറച്ചൊക്കെ പൊതുരംഗത്ത് ഇറങ്ങുന്ന ഉസ്താദുമാർക്കറിയാം. അതുകൊണ്ടാണ് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഇത്തരത്തിലുള്ള പ്രഭാഷണങ്ങൾ നടത്തിയത്. വ്യത്യസ്ത പ്രഭാഷണങ്ങളുണ്ട്, അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രസംഗത്തിലെ ഭാഗമാണ്. ഇനി സഹോദരങ്ങളെ, ഈ കാര്യം, ഈ തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകണമെന്ന് 1 നൂറ്റാണ്ട് കാലമായി സലഫികൾ ഈ സമൂഹത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇന്നോ ഇന്നലെയോ സ്റ്റേജ് കെട്ടി വേദി കെട്ടി പറയാൻ തുടങ്ങിയതല്ല ഉസ്താദുമാരെ. 1 നൂറ്റാണ്ടു കാലമായി ആവർത്തിച്ചാവർത്തിച്ചു പറഞ്ഞു. വിശുദ്ധ ഖുർആന്റെ കൽപ്പനയെ ആവർത്തിച്ചാവർത്തിച്ച് കേൾപ്പിച്ചു. ലാ തഗ്ലൂ ഫീ ദീനിക്കും, നിങ്ങൾക്ക് കിട്ടിയ ദീനിൽ, അല്ലാഹു നമുക്ക് തന്ന മതത്തിൽ ഒരിക്കലും തന്നെ അതിര് വിട്ടു പോകരുത്. വലാ തഖൂലു അലല്ലാഹി ഇല്ലൽ ഹഖ്, അല്ലാഹുവിന്റെ മേൽ സത്യമല്ലാത്ത ഒന്നും നിങ്ങൾ പറയരുത്, ശരിയല്ലാത്ത ഒന്നും നിങ്ങൾ പറയരുത്. ബനു ഇസ്രായേല്യർ അതിരുവിട്ട് പ്രവർത്തിച്ചപ്പോൾ അവർക്കല്ല കൊടുത്ത താക്കീത് ഖുർആനിൽ നിന്ന് എടുത്തു ഉദ്ധരിച്ച് ഒരുപാട് കാലമായി നമ്മുടെ പണ്ഡിതന്മാർ സമൂഹത്തിൽ പണിയെടുക്കുന്നു. അതിന്റെ ഫലമാണ് കണ്ടു തുടങ്ങിയത്. മറ്റൊരായത്തിലൂടെ അല്ലാഹു പറഞ്ഞു, ലാ തഗ്ലൂ ഫീ ദീനിക്കും ഗൈറൽ ഹഖ്, ഒരു ന്യായവുമില്ലാതെ അന്യായമായി കൊണ്ട്, സത്യത്തിന് നിരക്കാത്ത കാര്യങ്ങൾ ചെയ്തുകൊണ്ട്, വിശ്വസിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ദീനിൽ നിങ്ങൾ അതിര് വിട്ടു പോകരുത്, പരിധി വിട്ടു പോകരുത്. ഖുർആന്റെ കൽപ്പനയാണ്. എത്ര തവണ ഉസ്താദുമാരെ വിളിച്ചുകൊണ്ട് നമ്മൾ ഈ കാര്യം പറഞ്ഞു. അതൊന്നും ശ്രദ്ധിക്കാൻ അവർക്ക് സമയമുണ്ടായിരുന്നില്ല. ഒരു തൗഫീഖ് അവർക്ക് വന്നു കിട്ടിയിട്ടില്ല. പക്ഷേ സംഘടനാപരമായി എന്തെങ്കിലും കുറവുകൾ, അപകടങ്ങൾ ഉണ്ടാകുമെന്ന് മനസ്സിലായപ്പോൾ ഉസ്താദിനെ പോലെയുള്ളവർക്ക് ചില കാര്യങ്ങളൊക്കെ തുറന്നു പറയേണ്ടി വന്നു. ഇനി സഹോദരങ്ങളെ, നമ്മൾ അഥവാ സലഫികൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാക്കി നമ്മുടെ വകയായി ആരുടെയെങ്കിലും പേരിൽ പറഞ്ഞതാണോ? ഒരിക്കലും അല്ല. അടുത്ത ഒരു ക്ലിപ്പ് നിങ്ങൾ കാണുമ്പോൾ പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ അതിലുണ്ടാകണം. 5 കാര്യങ്ങൾ. ആ 5 കാര്യങ്ങളെ മൊത്തത്തിൽ ഒരു ക്ലിപ്പാക്കി കേൾപ്പിക്കുകയാണ്. അതിന്റെ അപകടം ഇൻഷാ അല്ലാഹ് ശേഷം വിശദീകരിക്കാം. എന്ത് ഖൈറുകളുണ്ടോ, എന്തെല്ലാം നിഅമത്തുകളുണ്ടോ, എല്ലാം മടവൂരിൽ നിന്നാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അന ഖുതുബുൽ ആലം, അന മുനബ്ബിറുൽ ആലം എന്ന് ശൈഖുനയുടെ നാവിൽ നിന്നും ഉരുവിട്ടത് ഈ സദസ്സിലുള്ള എത്ര ആളുകളാ കേട്ടിട്ടുണ്ടാവുക? എ.ബി. അബൂബക്കർ മുസ്ലിയാർക്ക് ഒരുപാട് ആളുകൾ സിഹ്ർ ചെയ്യുന്നുണ്ട്. അത് ബാത്തിലാക്കാൻ ഞാൻ മലക്കുകളെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. ശൈഖുനായുടെ ഈ ഉയർന്ന സ്റ്റേജിലേക്ക് എത്തിയ ശേഷം ശൈഖുന വാക്ക് പറയാനേ ഇല്ല. ശൈഖുന പറയാറ് ഞാനത് മാറ്റിയിരിക്കുന്നു, അള്ളാഹുവെ മാറ്റി കൊടുക്കണേ എന്ന് പറയാറില്ല. ഞാനത് മാറ്റിയിരിക്കുന്നു, ആ രോഗം വേണ്ട എന്ന് പറഞ്ഞാൽ പിന്നെ മാറി. പക്ഷെ ശൈഖുന പറഞ്ഞു ഭയപ്പെടേണ്ട. തീവണ്ടിയിലേക്ക് നോക്കിയിട്ട് ശൈഖുന പറഞ്ഞു അവിടെ നിൽക്കൂ. തീവണ്ടി അവിടെ നിന്നല്ലോ. ആ ഡ്രൈവർ ഇറങ്ങി വന്ന് കാറിൽ വന്നിട്ട് ഇതിലൊരു ദൈവിക പുരുഷനുണ്ട് എന്ന് പറഞ്ഞു. അത് തീവണ്ടി എന്നല്ല, ഉലകം നിൽക്കും. ആ ഡ്രൈവർ ഇറങ്ങി വന്ന് കാറിൽ വന്നിട്ട് ഇതിലൊരു ദൈവിക പുരുഷനുണ്ട് എന്ന് പറഞ്ഞു. അത് തീവണ്ടി എന്നല്ല, ഉലകം നിൽക്കും. കേട്ടല്ലോ സഹോദരങ്ങളെ, വളരെ അപകടകരമായ 100 കണക്കിന് സംസാരങ്ങൾ. ആ സംസാരങ്ങളിലെ വളരെ ഗൗരവകരമായ 5 കാര്യങ്ങളാണ് കേൾപ്പിച്ചത്. എന്താ ഒന്നാമത്തെ സംസാരം? എല്ലാ നിഅമത്തും മടവൂരിൽ നിന്നാണ്. കോഴിക്കോട് ജില്ലയിലെ മടവൂർ എന്ന പ്രദേശത്ത് മറവ് ചെയ്യപ്പെട്ട CM മടവൂരാണ് ഭൗതികമായും ഉഖറവിയായും നമുക്ക് തരുന്ന എല്ലാ അനുഗ്രഹങ്ങളുടെയും ഉറവിടം അതാണ്. ഒരു വിശ്വാസിക്ക് ഈ കാര്യം അംഗീകരിക്കാൻ സാധിക്കുമോ?
സഹോദരങ്ങളെ, വളരെ ഗൗരവത്തിൽ ചിന്തിക്കണം. എന്തിനാണ് വിശ്വാസികൾ പ്രാർത്ഥിക്കുന്നത്? റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ഇതറിയാത്ത ഒരു വിശ്വാസിയുണ്ടോ? ഈ റബ്ബ് നമുക്ക് നൽകുന്ന ആഖിറത്തിലും ദുനിയാവിലുമുള്ള നന്മകൾ, ആ നന്മകൾ, ആ അനുഗ്രഹങ്ങൾ നൽകുന്നത് മറവ് ചെയ്യപ്പെട്ട മരിച്ചുപോയിട്ടുള്ള CM മടവൂരാണ്. ആ കഴിവ് അദ്ദേഹത്തിന് വകവെച്ചു കൊടുക്കുന്നു. ഈ വിശ്വാസം ഇസ്ലാമിന് പരിചയമുള്ളതാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ലക്ഷക്കണക്കിന് സ്വഹാബികളിൽ ആരെങ്കിലും ഒരാൾ ഇത്തരത്തിലൊരു വിശ്വാസം സ്വീകരിച്ചിട്ടുണ്ടോ? നമ്മുടെ ഉമ്മമാരായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ചിട്ടുള്ള അവിടുത്തെ ഭാര്യമാരിൽ ആരെങ്കിലും ഒരാൾ എനിക്കുള്ള എല്ലാ ഖൈറുകളും, ആ ഖൈറുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നാണെന്ന് വിശ്വസിച്ചോ? ഇല്ല. വിശുദ്ധ ഖുർആനിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾക്കും അത് പരിചയമില്ല. രണ്ടാമത്തേതോ കുതുബുൽ ആലമാണ്. ഇൻഷാ അല്ലാഹ് അത് കുറച്ച് വിശദീകരിക്കാനുണ്ട്. ലോകം നിയന്ത്രിക്കാനുള്ള കഴിവ് ആർക്കുണ്ട്? വർഷങ്ങൾക്ക് മുമ്പ് സ്വന്തത്തെ പോലും നിയന്ത്രിക്കാൻ കഴിയാതെ രോഗങ്ങൾക്ക് അടിമപ്പെട്ട് അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകി മറ്റുള്ളവരാൽ മറവ് ചെയ്യപ്പെട്ട CM മടവൂർ ലോകം മുഴുവൻ നിയന്ത്രിക്കുന്നുണ്ടത്രേ. അപകടമുണ്ടോ? ഇല്ലേ? ഈ അപകടം സമൂഹത്തെ ബോധ്യപ്പെടുത്തണോ വേണ്ടേ? വിശുദ്ധ ഖുർആനിനും ഇസ്ലാമിന്റെ സന്ദേശങ്ങൾക്കും നിരക്കാത്ത ഈ കാര്യത്തിന്റെ ഗൗരവം സമൂഹത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കണോ വേണ്ടേ? അത് വിശ്വാസികളെ അള്ളാഹു ഏൽപ്പിച്ച ബാധ്യതയാണ്. സഹോദരങ്ങളെ, ലോകം നിയന്ത്രിക്കുന്നത് ആരാന്ന് ചോദിച്ചാൽ ചെറിയ ഒരു കുട്ടിക്ക് വരെ ഉറക്കെ പറയാൻ കഴിയും, അല്ലാ. അല്ലാ, വേറൊരാൾക്ക് പങ്കില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പങ്കില്ല, മലക്കുകൾക്ക് പങ്കില്ല, ഔലിയാക്കൾക്ക് പങ്കില്ല, സ്വാലിഹീങ്ങൾക്ക്, ശുഹദാക്കൾക്ക് പങ്കില്ല. അത് റബ്ബിന്റെ മാത്രം കഴിവാണ്. പിന്നെയോ മലക്കുകളെ വരെ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർക്ക് വേണ്ടി മലക്കുകളെ കാവലാക്കി കൊടുത്തു. ആര്? CM മടവൂർ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആരുടെ കൽപ്പനയാണ് മലക്കുകൾ കേൾക്കുക? അള്ളാഹുവിന്റെ കൽപ്പന മാത്രം കേൾക്കുന്നവരാണ്. ലാ യഅസൂനല്ലാഹ മാ അമറഹും. അല്ലാഹ് അവരോട് കൽപ്പിക്കുന്ന കാര്യങ്ങൾക്ക് എതിര് പ്രവർത്തിക്കാത്ത, എതിര് ചിന്തിക്കാത്ത, അനുസരണയുള്ള മലക്കുകൾ. അള്ളാന്റെ വാക്കിനെ ഒരൽപ്പം പോലും എതിര് കാണിക്കാത്ത, അല്ലാഹ് ഏൽപ്പിച്ച പണികൾ എന്താണോ അത് കൃത്യമായി നിർവഹിക്കാൻ സാഗൂതം ശ്രദ്ധയോടെ നിൽക്കുന്ന മലക്കുകൾ. ആ മലക്കുകളെ ഇയാള് നിയന്ത്രിക്കുന്നു എന്ന് പറഞ്ഞാൽ, ആ മലക്കുകളെ ഇയാള് ഏർപ്പാടാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ, സഹോദരങ്ങളെ, എന്തുമാത്രം വലിയ അന്ധവിശ്വാസമാണ്. നാലാമത്തേതോ അല്ലാഹു മാറ്റിത്തരുമെന്ന് പറയാറില്ല. രോഗവുമായി, പ്രശ്നങ്ങളുമായി വരുന്നവരോട് ആ രോഗം വേണ്ട, അത് ഞാൻ മാറ്റിയിരിക്കുന്നു എന്ന് പറയാൻ ധൈര്യം കാണിച്ചിരുന്ന ആളാണത്രേ. അല്ല മാറ്റി എന്ന് പറയില്ല. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ചിന്തിക്കുക സഹോദരങ്ങളെ, എല്ലാം മാറ്റിവെച്ച് ആലോചിക്കുക. ഉസ്താദുമാരെ, വളരെ ഗൗരവത്തോടു കൂടി ചിന്തിക്കുക. അല്ലാഹുമ്മ റബ്ബന്നാസ് അദ്ഹിബിൽ ബഅസ ഇശ്ഫി അൻത ശാഫി. നീ രോഗം സുഖപ്പെടുത്തുന്നവനാണ്. ലോകത്തിന്റെ റബ്ബേ, നീയാണ് ഈ പ്രയാസത്തെ മാറ്റിത്തരേണ്ടവൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കേ CM മടവൂര് പറയില്ലത്രേ, അല്ല മാറ്റാന്ന് പറയില്ല, ഞാൻ മാറ്റി. സഹോദരങ്ങളെ, ഇത് ഇസ്ലാമല്ല, ഇത് ഖുർആനല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളല്ല. സ്വഹാബത്തിനോട് പറഞ്ഞു, ലാ ബഅസ് തുഹൂറു ഇൻഷാ അല്ലാഹ്. പേടിക്കണ്ട, അല്ലാഹ് ഉദ്ദേശിച്ചാൽ ഇതൊക്കെ ശമനമാകും, ആശ്വാസമാകും. അല്ലാഹ് ഉദ്ദേശിക്കണം. അതുപോലും ആര് പറയില്ല? മടവൂര് പറയില്ല എന്നാണ്. ഗൗരവമുണ്ടോ? ഇല്ലേ? ആലോചിക്കുക. അഞ്ചാമത്തതോ, ഉലകം തന്നെ നിൽക്കും,
ഉലകം എന്ന് പറഞ്ഞാൽ വേൾഡ്, ഈ ലോകം തന്നെ നിശ്ചലമാകും. ആര് തീരുമാനിച്ചാൽ എല്ലാവരും മറവ് ചെയ്യപ്പെടുന്ന പോലെ ഖബറിൽ മറവ് ചെയ്യപ്പെട്ട് സ്വന്തം അവസ്ഥ ഖബറിൽ എന്തായിരിക്കുമെന്ന് പോലും അറിയാത്ത CM മടവൂർ മരണശേഷവും ഈ ഉലകത്തെ നിശ്ചലമാക്കുമത്രേ. ഇത് ഇസ്ലാമല്ല. ഇത് ഇസ്ലാമിന്റെ പേരിൽ ഉസ്താദുമാർ സമൂഹത്തോട് പറയുമ്പോൾ അത് ഇസ്ലാമല്ല എന്ന് അതിന്റെ പിന്നാലെ നടന്ന് ആയത്തുകളോതി ഹദീസുകളോതി ഉറക്കെ പ്രഖ്യാപിക്കും. ഇത് അള്ളാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്തമാണ്. ഇനി നോക്കൂ നിങ്ങൾ, ഇത്രമാത്രം അപകടങ്ങളിലേക്ക് ഉസ്താദുമാർ എത്താനുള്ള കാരണം എന്താണ്? ഉസ്താദുമാരിൽ നിന്ന് കാര്യങ്ങൾ കേൾക്കുന്ന നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരെ കുറിച്ചൊന്നും പറയുന്നില്ല. കാരണം അവർക്ക് ആയത്തുകളോതി മനസ്സിലാക്കാനോ ഹദീസുകൾ വായിച്ച് പഠിക്കാനോ ഉള്ള കഴിവുണ്ടാവുകയില്ല. പക്ഷേ അവർക്ക് ആയത്തുകളോതി ഹദീസുകളോതി ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട ഉസ്താദുമാർ ആ പണി ചെയ്യുന്നില്ല എന്നതാണ് അപകടം. സൂറത്തു നഹിലിൽ അള്ളാഹുവിന്റെ വ്യത്യസ്ത കഴിവുകളെ ഓരോ ആയത്തുകളിൽ തുടർച്ചയായി അല്ലാഹു പറഞ്ഞു. ആ കഴിവുകളെല്ലാം എടുത്തു പറഞ്ഞിട്ട് ഓരോ ആയത്തുകളെയും അള്ളാഹു അവസാനിപ്പിക്കുന്ന വല്ലാതെ നമ്മെ ചിന്തിപ്പിക്കേണ്ട ആയത്തുകൾ. ഒന്നാമത്തെ ആയത്തിൽ അല്ലാഹു ഖൈറുൻ അല്ലാഹുവാണ് അമാ യുശ്രികൂൻ. അല്ലാഹുവാണോ ഉത്തമൻ, അതല്ല നിങ്ങളൊക്കെ പങ്കു ചേർക്കുന്നവരാണോ നല്ലവർ? ഖുർആന്റെ ചോദ്യമാണ്. എല്ലാം ഒരുക്കി തന്ന എല്ലാ അനുഗ്രഹങ്ങളുടെയും ഉടമയായിട്ടുള്ള അല്ലാഹുവാണോ ഖൈറ്, അതല്ല മനുഷ്യൻ നിർമ്മിച്ച ഇതുപോലെയുള്ള ആളുകളാണോ ഖൈർ? വിശ്വാസികൾക്ക് ഉത്തരം അല്ലാഹുവാണ് ഖൈർ. അയിലാഹും അല്ലാഹ്, അല്ലാഹുവിന്റെ കൂടെ ആരാധ്യരുണ്ടോ? ബൽഹും ഖൗമുൻ യഅദിലൂൻ, അവർ അല്ലാഹ്ക്ക് തുല്യരെ ഉണ്ടാക്കുകയാണ്, അല്ലാഹുവിന് സമന്മാരെ ഉണ്ടാക്കുകയാണ്. ലോകം നിയന്ത്രിക്കുന്നത് അല്ലാഹു മാത്രം അല്ല, CM മടവൂരും നിയന്ത്രിക്കും. രോഗത്തിന് പരിപൂർണ ശമനം നൽകുന്നവൻ അല്ലാഹ് മാത്രം അല്ല, CM മടവൂരിനും സാധിക്കും അല്ലാഹ്ക്ക് തുല്യരെ ഉണ്ടാക്കുക. അയിലാഹും അല്ലാഹ്, അല്ലാഹുവിന്റെ കൂടെ വല്ല ആരാധ്യരുമുണ്ടോ? ബൽ അക്സറുഹും ലാ യഅലമൂൻ, അധികം ആളുകളും അറിയുന്നില്ല, അല്ലാഹുവിനെ മനസ്സിലാക്കുന്നില്ല. അയിലാഹും അല്ലാഹ്, അല്ലാഹുവിന്റെ കൂടെ ആരാധ്യരുണ്ടോ? ഖലീലം മാ തദക്കറൂൻ, അല്പം മാത്രമാണ് ചിന്തിക്കുന്നത്, കൂടുതൽ ചിന്തിക്കുന്നില്ല, ആലോചിക്കുന്നില്ല. അയിലാഹും അല്ലാഹ്, അല്ലാഹുവിന്റെ കൂടെ ആരാധ്യരുണ്ടോ? തആലല്ലാഹു അമ്മാ യുശ്രികൂൻ, അവർ പങ്കു ചേർക്കുന്നതിനെ തൊട്ട് അല്ലാഹ് ഉന്നതനാണ്. പിന്നെയോ അയിലാഹും അല്ലാഹ്, അല്ലാഹുവിന്റെ കൂടെ ആരാധ്യരുണ്ടോ? കുൽ, പ്രവാചകരെ പറയുക, ഹാതൂ ബുർഹാനക്കും ഇൻ കുൻതും സാദിഖീൻ, നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ജൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന നിരർത്ഥകവാദങ്ങൾക്ക്, പൊള്ളവാദങ്ങൾക്ക്, അന്ധവിശ്വാസങ്ങൾക്ക് എന്തെങ്കിലും സത്യമുണ്ടെങ്കിൽ, ന്യായമുണ്ടെങ്കിൽ തെളിവ് ഹാജരാക്കൂ, തെളിവ് കൊണ്ടുവരൂ. അത് പറഞ്ഞാണ് വിശുദ്ധ ഖുർആൻ ആ കാര്യങ്ങൾ അവസാനിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, നമുക്ക് നമ്മുടെ നാട്ടിലെ ഉസ്താദുമാരോട് വളരെ ആത്മാർത്ഥമായി സ്നേഹത്തോടെ ചോദിക്കാനുള്ളത്, ഉസ്താദുമാരെ, ഇത്തരം അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുന്നതിന്റെ രേഖ എന്താണ്? ആ രേഖയൊന്ന് കാണിച്ചു തരൂ, ഒന്ന് വായിക്കട്ടെ, ഒന്ന് കാണട്ടെ. സത്യമുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് സ്വീകരിക്കും, ഒരു പ്രശ്നമല്ല. അല്ലാഹുവിലുള്ള വിശ്വാസം അതിന്റെ ഭാഗമായി ഇസ്ലാം പഠിപ്പിച്ചതാണോ സ്വീകരിക്കും. പക്ഷേ ഇസ്ലാം അങ്ങനെ ഒന്ന് പഠിപ്പിച്ചിട്ടില്ല, എവിടെയും ഇല്ല. വിശുദ്ധ ഖുർആനിലെ ഒന്നാമത്തെ കൽപ്പന എന്താ? ജനങ്ങളെ എന്ന് വിളിച്ചുകൊണ്ട് അല്ലാഹു ആദ്യം കൽപ്പിച്ച കാര്യം എന്താ?
അള്ളാനെ നിങ്ങൾ ആരാധിക്കണം എന്നാണല്ലോ. അതല്ലേ ഖുർആനിലെ ഒന്നാമത്തെ കൽപ്പന. വേറെ ആരും നിങ്ങൾ ആരാധിക്കാൻ പാടില്ല എന്നാണ്. ആ കൽപ്പനക്ക് ശേഷം അള്ളാഹു പറഞ്ഞ കാര്യം എന്താണ്? ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദാ, നിങ്ങൾ അള്ളാഹുവിന് അറിഞ്ഞുകൊണ്ട് സമന്മാരെ ഉണ്ടാക്കരുത്, അള്ളാഹ്ക്ക് നിങ്ങൾ തുല്യരെ ഉണ്ടാക്കരുത്. ഇത് ഖുർആൻ പറഞ്ഞ കാര്യമാണ്. അപ്പൊ ഇനി തുല്യരെ അന്വേഷിച്ചു പോകേണ്ട ആവശ്യമില്ല. അള്ളാഹു ഏക ശക്തിയാണ്, എല്ലാറ്റിനും കഴിവുള്ളവനാണ്. സൂറത്ത് ഇഖ്ലാസ് അത് അവസാനിക്കുന്നത് വലം യകുല്ലഹു കുഫുവൻ അഹദ്, അള്ളാഹ്ക്ക് തുല്യരായി ആരും തന്നെ ഇല്ല. അള്ളാഹ്ക്ക് തുല്യരായി ഒരു വിഷയത്തിലും ആരും ഇല്ല. ഇത് ഇസ്ലാമിന്റെ അടിസ്ഥാന വിശ്വാസമാണ്. ആ വിശ്വാസത്തിൽ നിന്ന് ഒരൽപ്പം പോലും നാം പിറകോട്ട് പോകാൻ പാടില്ല. ഇത് വലിയ അപകടമുള്ള കാര്യമാണ്. ഇനി സഹോദരങ്ങളെ, ഈ പ്രശ്നങ്ങൾക്കെല്ലാം തുടക്കം ആയതിന്റെ പ്രധാന കാരണം സാക്ഷാൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഉസ്താദ് ഒരായത്തോതിയിട്ട് ആ ആയത്തിനെ പച്ചയായി ദുർവ്യാഖ്യാനിച്ച് വിശ്വാസികളുടെ ആത്മാക്കൾ ലോകം നിയന്ത്രിക്കും, അതിൽ പ്രധാനിയാണ് CM മടവൂർ എന്നാണ് പ്രസംഗിച്ചു. അത് പ്രസംഗിക്കും മുമ്പ് തന്നെ അപകടമുണ്ട്, അതിനുശേഷം അപകടം ഒന്നുകൂടി ശക്തമായി. അപ്പോ ആ ആയത്തോടിയിട്ട് ഉസ്താദ് നടത്തിയ ദുർവ്യാഖ്യാനം നമ്മളൊന്ന് കേൾക്കുക. ഇൻഷാ അല്ലാഹ് ശേഷം കാര്യങ്ങൾ വിശദീകരിക്കാം. ഫൽ മുദബ്ബിറാതി അംറൻ, കാര്യങ്ങളെ നിയന്ത്രിക്കുന്നവരെ കൊണ്ട് സത്യം. അല്ലാഹു തആല സത്യം ചെയ്ത് പറഞ്ഞ കൂട്ടത്തിൽ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവരെ കൊണ്ട് സത്യം എന്ന് പഠിപ്പിച്ചു. അപ്പോ നിയന്ത്രിക്കുന്ന കൂട്ടര് എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹു അല്ല, അല്ലാഹുവിൻ്റെ കാര്യങ്ങൾ ഈ ലോകത്ത് നിയന്ത്രിക്കാൻ അല്ലാഹു മറ്റ് ചിലരെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ഏൽപ്പിക്കപ്പെട്ടവരിൽ ഈ ആയത്ത് കൊണ്ടുള്ള വിവക്ഷ അർവാഹുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ ആത്മാവുകൾ ആണ്. അല്ലാഹുവിൻ്റെ ഔലിയാക്കളുടെ ആത്മാവുകൾ ആണ് ഈ പറഞ്ഞതിൻ്റെ താല്പര്യമെന്ന് ബഹുമാനപ്പെട്ട ഇമാം ഫഖ്റുദ്ദീനുർ റാസി റഹിമഹുല്ലാ തന്റെ തഫ്സീറുൽ കബീറിൽ വിവരിച്ചിട്ടുണ്ട്. അപ്പോ ഈ ലോകത്തെ നിയന്ത്രിക്കാൻ ഔലിയാക്കളുടെ അർവാഹുകളെ അല്ലാഹു തആല ഏൽപ്പിക്കുന്നു. ആ ആയത്തോതിയിട്ട് ഉസ്താദ് ഒരു വ്യാഖ്യാനം പറഞ്ഞു, അത് തഫ്സീറിൽ എവിടെയില്ല. ഇമാം റാസി റഹിമഹുല്ലയുടെ പേര് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ മുദബ്ബിറാത്ത് എന്ന് പറഞ്ഞാൽ അർവാഹുൽ മുഅ്മിനീൻ, അത് ഇമാം റാസി പറഞ്ഞിരിക്കുന്നു എന്നാണ്. ഈ സംസാരം തുടങ്ങുന്നത് CM വലിയുല്ലാഹി എന്ന് പറഞ്ഞുകൊണ്ടാണ്. 5 മിനിറ്റുള്ള ക്ലിപ്പാണ്. അപ്പൊ CM മടവൂരിനെ ഫൽ മുദബ്ബിറാത്തി അംറ എന്ന ആയത്തിന്റെ ഉള്ളിലാക്കാനാണ് ഉസ്താദ് ശ്രമിച്ചത്. പക്ഷേ തഫ്സീറുർ റാസിയിൽ അങ്ങനെയില്ല. ഇത്രയും കാലം ഈ വിഷയം പറഞ്ഞത് മുതൽ എത്രയോ സ്ഥലങ്ങളിൽ നമ്മൾ ഇത് ആവർത്തിച്ച് വിശദീകരിച്ചു. അർവാഹുൽ മുഅ്മിനീൻ എന്ന ഒരു പ്രയോഗം തഫ്സീർ റാസിയിൽ ഇല്ല. ഇവിടെ സൂറത്തുൻ നാസിആത്തിന്റെ വിശദീകരണത്തിൽ ഇല്ല. എന്നാലോ ഈ ആയത്തിന്റെ താല്പര്യമായി ഇമാം റാസി റഹിമഹുല്ലാ ആദ്യവും അവസാനവും പറഞ്ഞ കാര്യം എന്താണെന്നറിയോ? ഈ ആയത്തിന്റെ വിശദീകരണം തുടങ്ങിയപ്പോഴും അവസാനിപ്പിച്ചപ്പോഴും ഇമാം റാസി പറഞ്ഞത് ഇത് മലക്കുകളെ കുറിച്ചാണ്. എന്താണ് മലക്കുകൾക്ക് അല്ലാഹു ഏൽപ്പിച്ചു കൊടുത്തത്? അല്ലാഹുവിന്റെ നിശ്ചയപ്രകാരം, അനുമതി പ്രകാരം ഈ ലോകത്ത് നടക്കാനുള്ള വ്യത്യസ്ത കാര്യങ്ങൾ അല്ലാഹു അവർക്ക് ഒരു ജോലിയായി, ഉത്തരവാദിത്തമായി കൊടുത്തിട്ടുണ്ട്.
അത് അള്ളാഹുവിന്റെ തീരുമാനമാണ്. അതിനെ ചോദ്യം ചെയ്യാൻ, എതിർക്കാൻ നമുക്ക് അവകാശമില്ല. റൂഹിനെ പിടിക്കാനുള്ള ഉത്തരവാദിത്തം മലക്കുൽ മൗത്തിന്, വഹിയ കൊണ്ടുവന്ന് കൊടുക്കാനുള്ള ഉത്തരവാദിത്തം ജിബ്രീൽ അലൈഹിസ്സലാമക്ക്, അതുപോലെ മീകായിൽ, അതുപോലെ ഇസ്രാഫീൽ, ഈ മലക്കുകൾക്ക് അല്ലാഹ് കൊടുത്ത ഒരു ഉത്തരവാദിത്തമുണ്ട്. അത് അവരെ ഇഷ്ടപ്രകാരം ചെയ്യാൻ കഴിയില്ല. അതുകൂടി മനസ്സിലാക്കണം. മലക്കുൽ മൗത്ത് ഒരു റൂഹിനെ പിടിക്കാൻ വരുമ്പോ, ഇനി എനിക്ക് വൈകുന്നേരം വരാൻ വയ്യ, അതുകൊണ്ട് അടുത്ത റൂഹിനെ പിടിച്ചു പോകട്ടെ, അങ്ങനെ തീരുമാനിക്കാൻ പറ്റൂല. അല്ലാഹ് നിശ്ചയിച്ച, തീരുമാനിച്ച സമയത്ത് മാത്രം അള്ളാഹുവിന്റെ അനുമതി പ്രകാരം നടക്കുന്ന കാര്യങ്ങൾ. ഉസ്താദുമാരെ, ഇമാം റാസി റഹിമഹുല്ലയുടെ പേരിൽ കളവ് പറഞ്ഞ് അള്ളാഹുവിന്റെ കലാമിനെ ദുർവ്യാഖ്യാനിച്ച് CM മടവൂരിനെ ലോകം നിയന്ത്രിക്കുന്ന ആളാക്കി മാറ്റി എന്നതാണ് അപകടം. ഇത് ഇസ്ലാമിന്റെ വിശ്വാസമല്ല. എന്തേ കാരണം? ഈ വിശ്വാസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പരിചയമില്ല. ഇത് ലോകത്ത് ഇസ്ലാമിന്റെ ശത്രുക്കളായി കടന്നു വന്ന ഷിയാ സമൂഹം, അബ്ദുല്ലാഹിബ്നു സബഇന്റെ വിഭാഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ, അലി റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ പടച്ചുണ്ടാക്കിയ ഒരു തെറ്റായ വിശ്വാസമാണ്. കടുത്ത ഇസ്ലാമിന് പറ്റാത്ത വിശ്വാസം. ലോകം നിയന്ത്രിക്കുക ഔലിയാക്കൾ, അങ്ങനെയില്ല. അപ്പോ തഫ്സീർ റാസിയിൽ എന്തില്ല? അർവാഹുൽ മുഅ്മിനീൻ എന്നില്ല. ഇനി അവിടെ വ്യത്യസ്ത ചർച്ചകൾ കൊണ്ടുവന്നു. ആ ചർച്ചകളിൽ അഭിപ്രായങ്ങൾ പറഞ്ഞപ്പോൾ അർവാഹ് എന്ന ഒരു ബഹുവചന രൂപം അവിടെ കൊണ്ടുവന്നു. ആ അർവാഹ് ഔലിയാക്കളെ ഉദ്ദേശിച്ചുകൊണ്ടല്ല, മുഅ്മിനുകളെന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ എന്തായി? എല്ലാ ആത്മാക്കളും ആ നിലക്കാണ് അതിനെപ്പറ്റി പറയേണ്ടത്. പക്ഷേ അതും സ്വീകാര്യമല്ല. ഇമാം റാസി റഹിമഹുല്ല അംഗീകരിച്ചിട്ടില്ല. എന്തേ കാരണം? ഇമാം റാസി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ വിശ്വാസം ഏത് രൂപത്തിലാണ് എന്ന് അദ്ദേഹത്തിന്റെ അതേ തഫ്സീറിന്റെ 1-ാം വാള്യം സൂറത്തുൽ ഫാത്തിഹയിൽ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന ആയത്തിന് കൊടുത്ത വിശദീകരണത്തിൽ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. എന്താണത്? അദ്ദേഹം പറയുന്നു, വാഇനി ബിത്തൗഹീദിൽ മുത്ലഖ്, തൗഹീദ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അയ്യഅലമ അന്ന മുദബ്ബിറൽ ആലം വാഹിദുൻ, അന്ന മുദബ്ബിറൽ ആലം വാഹിദുൻ, ലോകത്തിന്റെ നിയന്ത്രകൻ ഒരുവൻ മാത്രമാണ്. ഇതാരാ പറഞ്ഞത്? ഇമാം റാസി റഹിമഹുല്ല. എവിടെയാ ഉള്ളത്? തഫ്സീറുർ റാസിയിൽ. ഏത് സൂറത്തിലാണ്? സൂറത്തു ഫാത്തിഹയിൽ. ഏതാ ജുസ്? 1-ാമത്തെ ജുസ്. ആലോചിക്കണം. 1-ാമത്തെ ജുസിലെ ആദ്യ ആയത്തിന് അദ്ദേഹം കൊടുത്ത വിശദീകരണത്തിൽ അന്ന മുദബ്ബിറൽ ആലം വാഹിദുൻ എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ മറച്ചു വെച്ചിട്ട് മലക്കുകളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വന്ന ആയത്തുകളെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് ഉസ്താദുമാരെ സമൂഹത്തെ ശിർക്കിലേക്ക് കൊണ്ടുവരരുത്. വളരെ വിനയത്തോട് ആവശ്യപ്പെടുകയാണ്. സമൂഹത്തെ കൊണ്ട് ശിർക്ക് ചെയ്യിപ്പിക്കരുത്. ഇനിയോ ഇതേ ഏർപ്പാട് സൂറത്തു മാഇദയിലെ ഇന്നമാ വലിയുക്കുമുല്ലാഹു എന്ന 55-ാമത്തെ ആയത്ത്, ആ ആയത്തിനെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് ഷിയാക്കൾ ചെയ്തു. എന്താ അവർ ചെയ്തത്? ആ ആയത്ത് ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് ഇന്നമാ വലിയുക്കുമുല്ലാഹു എന്ന ആയത്തിലെ വലിയിന്റെ താല്പര്യം അത് അലി റളിയല്ലാഹുവിനെ കുറിച്ചാണ്. അലി റളിയല്ലാഹുവിന്റെ ഇമാമത്തിനെ കുറിച്ചാണ് ഈ ആയത്തിൽ എന്ന് ഷിയാക്കൾ പ്രചരിപ്പിച്ചു. അതിന് സമാനമാകുന്ന ഒരു പണിയാണ്, അതിനോട് തുല്യതയുള്ള ഒരു പണിയാണ് സാക്ഷാൽ കാന്തപുരം ഉസ്താദ് ചെയ്തത്. അദ്ദേഹത്തോട് പല തവണ ആവശ്യപ്പെട്ടു, തെറ്റായി പോയി, അബദ്ധമാണ്, ഞാൻ തിരുത്തിയിരിക്കുന്നു എന്ന് പറയാൻ പല സന്ദർഭങ്ങളിൽ ആവശ്യപ്പെട്ടു. പക്ഷേ ഉസ്താദ് അതിന് തയ്യാറായിട്ടില്ല. അങ്ങനെയാണ് സമസ്ത ഉലമാ സമ്മേളനം എന്ന ഒരു സംഗതി ഉണ്ടായി വന്നത്. സമസ്ത ഉലമാ സമ്മേളനം ഇന്ന് നിലവിൽ AP വിഭാഗം ഉസ്താദുമാരുടെ മുഷാവറയിൽപ്പെട്ട
പ്രധാനികളായ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഉസ്താദും അലവി സഖാഫി കുളത്തോരും ഒക്കെ ഓരോ ജില്ലയിലെയും വേണ്ട ഉസ്താദുമാരെ വിളിച്ചു കൂട്ടിയിട്ട് ഉലമാ സമ്മേളനം എന്ന പേരിൽ പ്രത്യേകമായ ഒരു പരിപാടി വെച്ചു. ആ പരിപാടിയിൽ വിതരണം ചെയ്യപ്പെട്ട നോട്ടാണിത്. ഈ നോട്ടിന്റെ 5-ാമത്തെ പേജ് മുതൽ കാര്യങ്ങൾ ആരംഭിക്കുകയാണ്. എന്താണ്? എല്ലാ കറാമത്തുകളും പറയാൻ പാടില്ല. കണ്ണിൽ കണ്ടതും കേട്ടതും ഊഹങ്ങൾ വെച്ചും ഔലിയാക്കളെ പേരിൽ കറാമത്തുകൾ എങ്ങനെ വിളിച്ചു പറയാൻ പാടില്ല. മറ്റൊന്നോ, സർവ സൃഷ്ടികളെയും നിയന്ത്രിക്കുന്ന വലിയ എന്ന് ഔലിയാക്കളെ പറ്റി പറയാൻ പാടില്ല. ഇപ്പൊ കാന്തപുര ഉസ്താദ് പറഞ്ഞതോ, ഫൽമുദബ്ബിറാത്തി അംറ എന്നുള്ള ആയത്ത് ഓതിയിട്ട് പറഞ്ഞതോ, എല്ലാം നിയന്ത്രിക്കുക, അങ്ങനെ പറയാൻ പാടില്ല. ആര്? പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഉസ്താദ്. ഇത് സമൂഹത്തോടൊന്ന് പറഞ്ഞാൽ മതി. ഇതുപോലെ ആ ആളുകളെ വിളിച്ചു കൂട്ടിയിട്ട് ഇതാ സർവം നിയന്ത്രിക്കുന്നവൻ അല്ല മാത്രാണ്, അതിൽ വേറെ ആർക്കും പങ്കില്ല, അതിലാരെയും നമ്മൾ പങ്കു ചേർക്കാൻ പാടില്ല, അങ്ങനെ ഒന്ന് വിശദീകരിച്ചു കൊടുത്താൽ മതി. ആളുകൾക്കിടയിൽ തിരുത്തണം, അത്രയും വലിയ അന്ധവിശ്വാസമാണ്. ഇനിയോ, ഈ ഉലമാ സമ്മേളനത്തിന്റെ മുമ്പായി തന്നെ അതിനോട് അനുബന്ധിച്ചൊക്കെ അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു പ്രഭാഷണം കൂടി കേൾക്കുക. ആരാണ്? ലോകം മുഴുക്കിയെ നിയന്ത്രിക്കുന്നവൻ ആരാണ്? റബ്ബുൽ മാല്. നമ്മൾ സാധാരണ റബ്ബുൽ മാല്, അതുപോലെ തന്നെ പല വാചകങ്ങളും റബ്ബുന്നാഖത്ത്, പല വാചകങ്ങളും റബ്ബുന്നാഖത്ത് എന്നൊക്കെ പറയും. ഒട്ടകത്തിന്റെ റബ്ബ്, അതുപോലെ സ്വത്തിന്റെ റബ്ബ് തന്നെ അതിന്റെ ഉടമസ്ഥൻ. നമ്മൾ സാധാരണ പറയുന്ന ഉടമസ്ഥൻ. റബ്ബുൽ ആലമീൻ, സർവലോകത്തിന്റെയും റബ്ബ്, അത് ഒരുവൻ മാത്രമേ ഉള്ളൂ, അവനാണ് അല്ലാഹ് റബ്ബുൽ ആലമീൻ. ഇതേപോലെ തന്നെയാണ് മുദബ്ബിറുൽ ആലം, ലോകത്തെ നിയന്ത്രിക്കുന്നവൻ, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. മഹാനായ ഇമാം തഫ്താസാനി റളിയല്ലാഹു അൻഹു അവിടുത്തെ ശർഹുൽ മുഖാസിദിന്റെ 4-ാം വാള്യം 39-ാമത്തെ പേജിൽ എഴുതിയത് കാണാം. വലാ നിസാഅ ലി അഹ്ലിൽ ഇസ്ലാമി ഫീ അന്ന തദ്ബീറൽ ആലമി വഖൽഖൽ അജ്സാമി വസ്തിഖാഖൽ ഇബാദതി വഖിദമ മാ യഖൂമു ബിനഫ്സിഹി കുല്ലഹാ മിനൽ ഖവാസ്. അല്ലാഹുവിന്റെ മാത്രം പ്രത്യേകതയാണ്, അതിൽ ഒരു മുസ്ലിമിനും തർക്കമില്ല. ഫീ അന്ന തദ്ബീറൽ ആലം, ആലമിന്റെ ലോകത്തിന്റെ നിയന്ത്രണം, വഖൽഖൽ അജ്സാം, അതുപോലെ ഖരവസ്തുക്കൾ, അതുപോലെ ശരീരങ്ങൾ, തടികൾ, അതിന്റെ സൃഷ്ടിപ്പ്, വസ്തിഖാഖൽ ഇബാദത്തി, ഇബാദത്തിനുള്ള അർഹത, ഇങ്ങനെ തുടങ്ങിയിട്ട് ഉള്ള സംഗതികളുണ്ടല്ലോ. അതുപോലെ അതാ ഖദീമായ നിലക്കുള്ള സിഫത്തുകൾ, അത്തരം കാര്യങ്ങളെല്ലാം അത് അല്ലാഹുവിന് മാത്രമുള്ള പ്രത്യേകതയാണ്. ഇത് തന്നെയാണ് ഇമാം റാസിയെ പോലുള്ള പണ്ഡിതന്മാരും വഅനി ബിത്തൗഹീദിൽ മുത്ലഖ് അൻ യഅലമ അന്ന മുദബ്ബിറൽ ആലമി വാഹിദുൻ വഅൻ യഅലമ അയ്ളൻ അന്നൽ അബ്ദ ഗൈറു മുസ്തഖില്ലിൻ ബിഅഫ്ആലി നഫ്സി. ലോകത്തെ മുഴുവനും നിയന്ത്രിക്കുന്നവൻ അല്ലാഹു മാത്രമാണ്. അങ്ങനെ ലോകം മുഴുക്കെ നിയന്ത്രിക്കുന്നവൻ അവൻ അല്ലാഹുവാണ്. ഇത് സാക്ഷാൽ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഉസ്താദിന്റെ പ്രസംഗമാണ്. വിശദീകരിക്കേണ്ട ഒന്നും ആവശ്യമില്ല. എന്താണോ കാന്തപുരം ഉസ്താദ് ആയത്ത് ദുർവ്യാഖ്യാനിച്ച് പറഞ്ഞത്, അതിന് മറുപടിയായി തന്നെ ആര് പറയുന്നു? അതേ മുഷാവറയിൽപ്പെട്ട ഉസ്താദ്. ഇതൊന്ന് തീരുമാനമാക്കി സമൂഹത്തെ പഠിപ്പിച്ചാൽ മതി, ഒരു പ്രശ്നമില്ല. ഇപ്പൊ ഈ പ്രസംഗം കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, അപ്പൊ ഉസ്താദുമാർക്കും മാറ്റം വന്നു, അവരൊക്കെ ശരി തന്നെയാണ് പറയണത്. മാറ്റം വന്നിട്ടില്ല. അതുകൊണ്ടാണ് ആദർശ പ്രവർത്തനങ്ങൾ ശക്തമാക്കുന്നത്, പ്രമാണങ്ങൾ കൊണ്ടുള്ള വിശദീകരണങ്ങളും ചോദ്യങ്ങളും ശക്തമാക്കുന്നത്. ആ വിശ്വാസത്തിൽ നിന്ന് ഉസ്താദുമാർ പിറകോട്ട് പോയിട്ടില്ല. പ്രസംഗത്തിൽ മാത്രമാണ്, നോട്ടിൽ മാത്രമാണ്. എന്താ കാരണം? ഇതാ അൽ മൗലിദുൻ നൂരി ലിൽ ഗൗസിൽ മദവൂരി, ഇപ്പോഴും വിറ്റുകൊണ്ടിരിക്കുന്ന പുസ്തകമാണ്. ഈ പുസ്തകം ഇന്ന് മർക്കസു സഖാഫത്തു സുന്നിയയിലെ ഒരു പ്രധാന ഉസ്താദ് എഴുതിയ പുസ്തകമാണ്. ഈ ഉസ്താദ് ഇന്നും അവിടെ ഉണ്ട്. ഇതിന് അവതാരിക എഴുതി കൊടുത്തതാരാ? സാക്ഷാൽ കാന്തപുരം ഉസ്താദാണ്. ആ അവതാരിക അദ്ദേഹം പറയുന്നു, ഈ പുസ്തകം
തജ്ദുറു അൻ തുഖറഅ ഫിൽ ബുയൂതി വൽ മജാലിസി റജാഅൻ തഉമ്മഹൽ ബറകാത്തു വറഹ്മാത്ത്. വീടുകളിലും സദസ്സുകളിലും കാരുണ്യവും പുണ്യവും കിട്ടാൻ ഈ പുസ്തകം വായിക്കൽ അനിവാര്യമാണ്. എന്താ ഈ പുസ്തകത്തിന്റെ ഉള്ളിലുള്ളത്? ഇതിന്റെ 88ാമത്തെ പേജിൽ അതാണ് നമ്മൾ വായിക്കുക. നോക്കിക്കോണി, 88ാമത്തെ പേജിൽ ഈ CM മടവൂർ പറഞ്ഞ ഒരു കാര്യം, ആ കാര്യത്തെക്കുറിച്ച് പറയുകയാണ്. ഒരു ഉസ്താദ് വന്നിട്ട് CM മടവൂരിനോട് പറഞ്ഞു, അന അഖൂലു അൻക, നിങ്ങളെ കുറിച്ച് ഞാൻ പറയുന്നു, ഖുതുബുൽ അഖ്താബ്, അതുപോലെ തന്നെ മുദബ്ബിറുൽ ആലം, നിങ്ങൾ ഖുതുബുൽ അഖ്താബാണ്, ലോകം നിയന്ത്രിക്കുന്ന ആളാണ് എന്ന് ഒരു ഉസ്താദ് വന്ന് ഇയാളോട് ചോദിച്ചപ്പോൾ ഫഅബാൻ, ശരിയാണ്, ഞാൻ മുദബ്ബിറുൽ ആലമാണ്, ഒരു സംശയവുമില്ല, ഒരു സംശയവുമില്ല. മുദബ്ബിറുൽ ആലം അല്ലാഹു മാത്രമെന്ന ഇസ്ലാമിന്റെ അടിസ്ഥാന വിശ്വാസത്തിന് എതിര്. ഇനിയോ അതുകൊണ്ട് അവസാനിച്ചിട്ടില്ല. ഈ പുസ്തകം മലയാളത്തിൽ ഇന്നും വാങ്ങാൻ കിട്ടുന്ന പുസ്തകമാണ്. ഈ പുസ്തകം ഷെയ്ഖുൽ മശായിഖ് CM വലിയുല്ലാഹി കറാമത്തുകളും അനുഭവങ്ങളും എന്നാണ് പേര്. ഈ പേരാരാ ഇട്ട് കൊടുത്തത്? ഇത് കാന്തപുരം ഉസ്താദാണ്. ഇതാ ഫോട്ടോ സഹിതം ഇതിന്റെ ഉള്ളിൽ ഇതിന്റെ ആമുഖത്തിൽ പറയുന്നുണ്ട്, ഈ പുസ്തകത്തിന് പേര് തന്നത് കാന്തപുരം ഉസ്താദാണ്. എന്താ ഇതിൽ പറയുന്നത്? അന ഖുതുബുൽ അഖ്താബി ഹഖ്ഖൻ ലാ ശക്ക ഫീഹി, ഒരു സംശയവും വേണ്ട, ഞാൻ ലോകം നിയന്ത്രിക്കുന്ന ആളാണ്, ഞാൻ ലോകം നിയന്ത്രിക്കുന്ന ആളാണ്. അത് ഇസ്ലാമിന്റെ വിശ്വാസമല്ല. ആ വിശ്വാസം ഇസ്ലാമിന് അന്യമാണ്. ഇസ്ലാമുമായി അതിനെ ചേർത്ത് വെക്കാൻ പാടില്ല. അപ്പൊ നോക്കൂ നിങ്ങൾ, ഉലമാ സമ്മേളനത്തിൽ പറഞ്ഞതൊന്ന് വേറെ, കാന്തപുരം ഉസ്താദ് പറഞ്ഞത് വേറെ. ഏതാ സഹോദരങ്ങളെ ശരി? ഇസ്ലാം പറയുന്നു ലോകത്തിന്റെ നിയന്ത്രകൻ അല്ലാഹു മാത്രമാണ്. മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറഞ്ഞു, സുമ്മ ശറഅ തആല യുബയ്യിനു, അല്ലാഹു ഇദാ വിശദീകരിക്കുകയാണ്, അന്നഹുൽ മുൻഫരിദു ബിൽ ഖൽഖി വർ-റിസ്ഖി വത്തദ്ബീരി ദൂന ഗൈരിഹി, സൃഷ്ടിക്കുന്നവനും ഭക്ഷണം നൽകുന്നവനും നിയന്ത്രിക്കുന്നവനും അല്ലാഹ് മാത്രമാണ്, അതിൽ അവൻ ഏകനാണ്, അവന് പുറമെ ആരുമില്ല. ഇസ്ലാമിന്റെ വിശ്വാസം അതാണ്. ആ വിശ്വാസത്തിന് എതിരായ ഒന്ന് സഹോദരങ്ങളെ നമ്മൾ സ്വീകരിക്കാൻ പാടില്ല. ഇത് ഇപ്പോഴും ഒരു ചോദ്യമായി സമൂഹ മധ്യത്തിൽ മുഴങ്ങിക്കേൾക്കുകയാണ്. ഉസ്താദുമാർ കേൾക്കാത്തത് കൊണ്ടല്ല, പക്ഷേ ഇതുവരെ ഇതിന്റെ വസ്തുത ഉസ്താദുമാർ വിശദീകരിച്ചിട്ടില്ല. ഇനിയോ സമസ്തയിൽ തന്നെ പെട്ട പല ഉസ്താദുമാരും ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് കളിയാക്കിക്കൊണ്ട് പരിഹസിച്ചുകൊണ്ട് വന്നു. അങ്ങനെ വന്നവരെ വിശ്വാസം എന്താ അതുകൂടി അറിയണം. അങ്ങനെ വന്നവർ ഉറച്ചു വിശ്വസിക്കുന്നു CM മടവൂർ ലോകം നിയന്ത്രിക്കുന്ന ആളാണ്. അപ്പൊ ആർക്കാ മറുപടി? പേരോട് ഉസ്താദിന് മറുപടി പറഞ്ഞുകൊണ്ട് വേറെ ഒരു സഖാഫി പ്രസംഗിച്ചു, അതുകൂടി കേൾക്കുക. കാര്യങ്ങളെ നിയന്ത്രിക്കുന്നവരെ തന്നെയാണ് സത്യം എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞ ഈ ആയത്തിന്റെ പരിധിയിൽ ഉൾപ്പെട്ടവരാണ് കാര്യങ്ങളെ നിയന്ത്രിക്കുന്നവരെ തന്നെയാണ് സത്യം എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞ ഈ ആയത്തിന്റെ പരിധിയിൽ ഉൾപ്പെട്ടവരാണ്, അതിൽ ഉന്നതരാണ് മഹാനരായ ശൈഖുൽ മശായിഖ് ശൈഖ് മടവൂർ. തദ്ബീർ നൽകപ്പെട്ടവരിൽ ഉന്നതരാണ് എന്ന് സമർത്ഥിച്ച AP ഉസ്താദിനെ ബഹുമാനപ്പെട്ട സഅദുദ്ദീൻ തഫ്താസാനി തങ്ങളുടെ ശറഹുൽ മഖാസിദ് വായിച്ച് AP ഉസ്താദിനെ ഇസ്ലാമിൽ നിന്ന് പുറത്താക്കാൻ, ശിർക്കാരോപണം ഉസ്താദിന് നേരെ നടത്താൻ, തൗഹീദിന്റെ എതിർചേരിയിൽ ഉസ്താദിനെ നിർത്താൻ ഇവിടെ അവസരം സൃഷ്ടിച്ചതാരാ? ഇത് വഹാബികൾ ഈ ക്ലിപ്പിട്ടിട്ട് ആഘോഷിക്കുകയാണ്. ഇപ്പോൾ AP ഉസ്താദ് മുസ്ലിമോ മുശ്രിക്കോ എന്ന് വഹാബിക്ക് തെരുവിലിട്ടുകൊണ്ട് AP ഉസ്താദിനെ കൊത്തിവലിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തത് ഈ പറയപ്പെട്ട പേരോട്ടുകാരൻ മൗലവിയാണ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നല്ലവരായ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, പഴയകാലത്തെ സഹപ്രവർത്തകരെ, നിങ്ങളോട് ഞാൻ വിനയത്തോടെ ചിന്തിക്കാൻ ആവശ്യപ്പെടുന്നു. ഇദ്ദേഹം ഈ കാട്ടിക്കൂട്ടുന്ന അപകടകരമായ നീക്കങ്ങൾ എത്രമാത്രമാണ് പരിശുദ്ധ ദീനിന്റെ മുഖത്തെ വികൃതമാക്കാനും പുത്തൻവാദികൾക്ക് വലിയ സന്തോഷത്തോടെ ആഘോഷിക്കാനുമുള്ള അവസരങ്ങളല്ലേ ഇദ്ദേഹം ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആകയാൽ ഈ രൂപത്തിലുള്ള പുതിയ പുതിയ വാദങ്ങളുമായി കടന്നു വരുന്ന ഇദ്ദേഹവുമായി അഹ്ലുസുന്നക്ക് യാതൊരു ബന്ധവും ഇല്ല. ഇതും അഹ്ലുസുന്നയും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല. ഇദ്ദേഹം ഒരു പുതിയ KM മൗലവിയായി
MCC മൗലവിയായി പ്രത്യക്ഷപ്പെടാനുള്ള നീക്കങ്ങളാണ് വളരെ നിഗൂഢമായി നീക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് മുസ്ലിം ബഹുജനങ്ങൾ മനസ്സിലാക്കുകയും ഇദ്ദേഹത്തിന്റെ തെറ്റിദ്ധരിപ്പിക്കലിൽ നിന്നും ഇദ്ദേഹത്തിന്റെ അടിസ്ഥാനരഹിതമായ അഹ്ലുസുന്നക്കെതിരായ ഇത്തരം വാദഗതികളിലും പ്രിയപ്പെട്ട മുസ്ലിം ബഹുജനങ്ങൾ വിനയത്തോടെ ഓർമ്മിപ്പിച്ച വിശ്വാസത്തിലേക്ക് കൊണ്ടുപോകുന്നു. കാന്തപുരം ഉസ്താദിനെ മുശ്രിക്കും കാഫിറുമാക്കുന്നു. നമ്മളൊന്നും ചെയ്യണ്ട, നമ്മളൊന്നും പറയുന്നില്ല. ഇതൊക്കെ എന്താണ് ഇതിൻ്റെയൊക്കെ ഒരവസ്ഥ എന്നത് സമൂഹത്തെ ബോധ്യപ്പെടുത്തണം. ഇത് വിശ്വാസാണല്ലോ, പരലോകത്തേക്ക് വേണ്ട കാര്യമാണല്ലോ, ഖബർ ജീവിതം വിജയിച്ചു കിട്ടാനുള്ള വിഷയമാണല്ലോ. അതുകൊണ്ടാ സഹോദരങ്ങളെ ഇതിത്ര ഗൗരവത്തിൽ പറയുന്നത്. ഈ സഖാഫിയുടെ സംസാരത്തിൽ കേട്ടതും അഹ്ലുസുന്നയുടെ വിശ്വാസമല്ല. അഹ്ലുസുന്ന വൽ ജമാഅ ലോകം നിയന്ത്രിക്കുന്നത് ഔലിയാക്കളാണ് എന്ന് ഒരു കാലത്തും വിശ്വസിച്ചിട്ടില്ല. ആ വിശ്വാസം ഇപ്പോഴും ഇല്ല. ലോകം നിയന്ത്രിക്കുന്ന ഒരേ ഒരു ശക്തി അല്ലാഹു മാത്രം. അത് അല്ലാഹു അല്ലാത്ത വേറെ ഒരാൾക്കും ആ കഴിവില്ല. ഇനിയോ ഈ ഔലിയ, ഈ ഉസ്താദുമാരുടെ CM മടവൂർ എന്ന ഔലിയ, ആ ഔലിയയുടെ വിഷയത്തിൽ പറഞ്ഞ് എവിടം വരെ എത്തി? അദ്ദേഹം മരിച്ചിക്കൊന്നുമല്ല, മരിച്ചു പോയിട്ടൊന്നുമില്ല. അദ്ദേഹം തൽക്കാലം ഇവിടുന്ന് മാറിയതാണ്. ഏറ്റവും വലിയ വിജയം വരുത്താൻ വേണ്ടി ഇവിടുന്ന് മാറിയതാണ് എന്ന രൂപത്തിൽ ഈ കിതാബ് എഴുതിയ, ഏത് അൽ മൗലിദുൻ നൂരി ലിൽ ഗൗസിൽ മദബൂരി എന്ന കിതാബ് എഴുതിയ സഖാഫി തന്നെ പ്രസംഗിക്കുന്നത് കേൾക്കുക. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്ക ഫത്ഹാക്കിയിട്ടുണ്ടെങ്കിൽ, അന്ന് മക്കം ഫത്ഹ് നടന്നിട്ടുണ്ടെങ്കിൽ മൊത്തം ഫത്ഹാക്കാനാണ് മടവൂർ ശൈഖ് റളിയല്ലാഹു തആല അൻഹു തീരുമാനിച്ചിട്ടുള്ളത്. അത് നടക്കാൻ പോവുകയാണ് മൊത്തം ഫത്ഹ്. ആ മൊത്തം ഫത്ഹ് നടക്കാൻ വേണ്ടിയുള്ള സൗകര്യത്തിന് നമ്മുടെ കണ്ണിൽ നിന്ന് മറഞ്ഞു നിന്നതാണ് യഥാർത്ഥത്തിൽ മടവൂർ ശൈഖ് റളിയല്ലാഹു തആല അൻഹു. നമ്മുടെ മശായിഖിന്റെ ഇജാദത്തിൽ കാണാം, കറാമത്ത് കൊണ്ട് ഡോക്ടർമാർ മരിച്ചു എന്ന് വിധി എഴുതിയ ആളുകളെ ജീവിപ്പിച്ചവരാണ് നിങ്ങൾ. ആരെക്കുറിച്ചായി പാടുന്നത്? സഹോദരങ്ങളെ, വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു പോയിട്ടുള്ള ഒരു വ്യക്തിയെക്കുറിച്ച് പാടി പ്രചരിപ്പിക്കുകയാണ്. ആരാണ് ജീവിപ്പിക്കുന്നവൻ? ആരാണ് മരിപ്പിക്കുന്നവൻ? അത് അല്ലാഹുവിന്റെ മാത്രം കഴിവല്ലേ? വേറെ ആർക്കേലും കഴിവുണ്ടോ? ആർക്കുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ജീവിത കാലഘട്ടത്തിൽ എത്ര സ്വഹാബികളുടെ മരണം നേരിട്ട് കണ്ട വ്യക്തിത്വമാണ്. ഒരാൾക്കെങ്കിലും അവിടുന്ന് ജീവൻ കൊടുത്തോ? മരിക്കണ്ട, അല്ലെങ്കിൽ മരിച്ചു ഞാൻ ജീവിപ്പിച്ചോളാ എന്ന് പറഞ്ഞോ?
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിച്ചു വഫാത്തായി എന്ന് കേട്ടപ്പോൾ സ്വഹാബത്തിന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അവർ സങ്കടപ്പെട്ടു, അവർ കരഞ്ഞു, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ തുടങ്ങി. ഉമർ റളിയല്ലാഹു അൻഹു വളരെ വൈകാരികമായി ശബ്ദിച്ചു. അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു ലോകം കണ്ട ഏറ്റവും വലിയ ഔലിയാക്കളല്ലേ? അവർക്ക് ഇഷ്ടപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായപ്പോൾ നിങ്ങൾ മരിക്കണ്ട, ഞങ്ങളിതാ ജീവിപ്പിച്ചോളാ എന്ന് പറഞ്ഞ് അവരാരെങ്കിലും ജീവിപ്പിച്ചോ? ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കൾ, ആൺമക്കൾ അവിടുന്ന് മുമ്പിൽ വെച്ച് മരണപ്പെട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എനിക്ക് ഇങ്ങനെ ഒരു കഴിവുണ്ട്, ഞാൻ ജീവിപ്പിച്ചോളാ എന്നാണോ പറഞ്ഞത്? സഹോദരങ്ങളെ, അങ്ങനെ ഒരു വിശ്വാസം ഇസ്ലാമിനില്ല. ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനും അല്ലാഹ് മാത്രമാണ്. അത് റബ്ബിന്റെ മാത്രമായിട്ടുള്ള കഴിവാണ്, പ്രത്യേകതയാണ്. അത് ഒരു സൃഷ്ടിക്കും തന്നെ വകവെച്ചു കൊടുക്കാൻ പാടില്ല. ഇത് CM മടവൂരിന്റെ കാര്യത്തിൽ മാത്രമല്ല, മൊഹീദ്ദീൻ ഷെയ്ഖിന്റെ വിഷയത്തിലുണ്ട്, റിഫായി ഷെയ്ഖിന്റെ വിഷയത്തിലുണ്ട്, അവരെ വിഷയത്തിലൊക്കെയുണ്ട്. മൊഹീദ്ദീൻ മാലയിലെ ഓരോ വരികൾ കേട്ടാൽ അതിന്റെ അപകടം നമുക്ക് ബോധ്യപ്പെടും. മൊഹീദ്ദീൻ ഷെയ്ഖ് പറഞ്ഞതായി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വിശ്വാസമായി ഉസ്താദുമാർ പ്രചരിപ്പിക്കുന്നു. കോഴിയുടെ മുള്ളോട് കൂകന്ന് ചൊന്നാരെ കൂശാതെ കൂകിപ്പറപ്പിച്ച് വിട്ടോവർ. കോഴിന്റെ മുള്ളിനോട് കൂകി പറക്കാൻ പറഞ്ഞു, അത് കേറി പറന്നു. ജീവനില്ലാത്തവർക്ക് ജീവൻ കൊടുത്തു. ഓരോന്നിനെ നോക്കിയിട്ട് കുൻ ഉണ്ടാകി എന്ന് പറഞ്ഞു, അതുണ്ടായി. കനിയില്ലാ കാലം കനിയെ കൊടുത്തോവർ, കരിഞ്ഞേ മരത്തിന്മേൽ കായായി നിറച്ചോവർ. കരിഞ്ഞു ഉണങ്ങി നിൽക്കുന്ന മരത്തിന് കായ കൊടുത്ത് ഫലം കൊടുത്ത് മാറ്റിയത്രേ മൊഹീദ്ദീൻ ഷെയ്ഖ്. ആലോചിച്ചോ കാണി, എത്രമാത്രം ഗൗരവമാണ്. പിന്നെയോ കണ്ണിൽ കാണാത്തതും കൽബകത്തുള്ളതും കൺകൊണ്ട് കണ്ടപ്പോൾ കണ്ട് പറഞ്ഞോവർ. മൊഹീദ്ദീൻ ഷെയ്ഖിനെ പറ്റി പാടുകയാണ്. മനസ്സിനകത്തുള്ളത് അതങ്ങനെ പറഞ്ഞു. CM മടവൂരും അങ്ങനെ ചെയ്തു, അങ്ങനെ പറയും എന്ന് ഉസ്താദുമാർ തന്നെ പ്രസംഗിക്കുന്നുണ്ട്. ബല്ലേ നീലത്തീന്നും എന്നെ വിളിപ്പോർക്ക് വായുകൂടാ ഉത്തീരം ചെയ്യും ഞാനെന്നോവർ. വിളിക്കണ്ട താമസം ഉത്തരം കിട്ടും. എന്നെ പിടിച്ചവർ ഏതും പേടിക്കണ്ട, എന്നെ പിടിച്ചോർക്ക് ഞാൻ കാവലെന്നോവർ. എല്ലാം നിങ്ങൾ ആലോചിച്ച് നോക്കാണീ. അല്ലാഹു അല്ലാത്ത ഒരുപാട് ശൈഖുമാരും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ആളുകളുമാണ് നമ്മുടെ നാട്ടിലെ ഉസ്താദുമാർക്ക് വലിയ പ്രിയം. സഹോദരങ്ങളെ, ഇത് അപകടമാണ്. മൊഹീദ്ദീൻ ഷെയ്ഖിനെ പറ്റി പാടിയ എന്താണ്? എല്ലായിലും മേലെ അർശിങ്കൽ ചെന്നോവർ, എന്റെ കണ്ണെപ്പോഴും ലൗഹിൽ അതെന്നോവർ. അർശിലെത്തി, ലൗഹിൽ മഹ്ഫൂദിലാണത്രേ മൊഹീദ്ദീൻ ഷെയ്ഖിന്റെ കണ്ണ് എപ്പോഴും ഉള്ളത്. ഇതേ പുസ്തകത്തിൽ CM മടവൂരിനെ കുറിച്ചും ലൗഹിൽ മഹ്ഫൂദിലുള്ള കാര്യം അയാൾ അറിയുമെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോ എല്ലാ ഔലിയാക്കൾക്കും ഒരേ സ്ഥാനവും ഒരേ പദവിയും കൊടുത്തുകൊണ്ടാണ് ഉസ്താദുമാരുടെ ഭാഷയിലുള്ള ഔലിയാക്കളെ അവർ കൊണ്ടു നടക്കുന്നത്. ഇത് വലിയ അപകടമുള്ള കാര്യമാണ്, നിസാരമായ ഒരു വിഷയമല്ല. ഇനി നോക്കൂ നിങ്ങൾ, പച്ചയായി അല്ലാഹുവിലേക്ക് തിരിഞ്ഞ് അല്ലാഹുവിനെ വിളിക്കേണ്ടതിന് പകരം അല്ലാഹു അല്ലാത്ത ഇത്തരത്തിലുള്ള ശൈഖുമാരെ ഔലിയാക്കളെ വിളിക്കാൻ ഉസ്താദുമാർ പാട്ടുപാടി പഠിപ്പിക്കുന്ന ഒരു ക്ലിപ്പ് കൂടി കാണുക. നമ്മുടെ മശായിഖിന്റെ ഇജാദത്തിൽ കാണാം, ഒരു വലിയ വിഷമം വന്നാൽ സ്വലാത്തുൽ ഹജ 2 റക്അത്ത് നിസ്കരിച്ചിട്ട് ബഗ്ദാദിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്ന് ഐദിരികുനി ലൈമുൻ വഅന്ത ദഖീറതി വഉദ്ലമു ഫിദ്ദുനിയാ വഅന്ത നസീരി ലഅറുൻ അലാ റാഇൽ حما وهو قادرون إذا ضاع في البيداء يقال بعيري
2 വരികൾ ചൊല്ലിയിട്ട് ബഗ്ദാദിന്റെ ഭാഗത്തേക്ക് 3 കാലടി വെച്ചിട്ട് നിന്റെ ആവശ്യം പറഞ്ഞാൽ ആവശ്യം വീടുന്നതാണ്. ഇമാം താദഫി അവിടുത്തെ ഖലായിദുൽ ജവാഹിറിൽ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു കിതാബിൽ മാത്രമല്ല വളരെ അധികം പണ്ഡിതന്മാർ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. ബഗ്ദാദിലേക്ക് തിരിഞ്ഞിട്ട് ഏതോ ഒരാൾ എഴുതി വെച്ചത്, അഹ്ലു സുന്നന്റെ ഇമാമു പോലും അല്ല, അയാൾ എഴുതി വെച്ച പാട്ട് 3 അടി വെച്ച് പാടിയാൽ എല്ലാ ആവശ്യങ്ങളും നിറവേറി കിട്ടും. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് എന്ത് വിലയാണ്? വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും. അതേ, നിങ്ങളുടെ റബ്ബിദാ പറഞ്ഞിരിക്കുന്നു, എന്നോട് നിങ്ങൾ പ്രാർത്ഥിക്കുക, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം. ഇത് ഖുർആനല്ലേ? ഇത് ഖുർആനിന്റെ കൽപ്പനയല്ലേ? റബ്ബിനോട് നിങ്ങൾ പ്രാർത്ഥിക്കുക എന്ന് എത്ര ആയത്തുകളിലാണ് ഖുർആനിലുള്ളത്. അതെല്ലാം മാറ്റിവെച്ചിട്ട് ബാഗ്ദാദിൽ മറവ് ചെയ്യപ്പെട്ട മൊഹീദ്ദീൻ ശൈഖിനെ വിളിച്ചുകൊണ്ട് യാ ശൈഖ് യാ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിറിൽ ജീലാനി അങ്ങനെ വിളിച്ചാൽ അതേ പെട്ടെന്ന് ഉത്തരം കിട്ടുമെന്ന് പഠിപ്പിക്കപ്പെടുന്നു. ബാഗ്ദാദിലേക്ക് മുഖം തിരിച്ചുകൊണ്ട് ഒരു ഇബാദത്ത്, ഒരു ആരാധന ഇസ്ലാമിലില്ല. എന്നാലോ റബ്ബിലേക്ക് മുഖം തിരിക്കണം. വമൻ യുസ്ലിം വജ്ഹഹു ഇലല്ലാഹ് വഹുവ മുഹ്സിൻ. റബ്ബിലേക്ക് മുഖം തിരിച്ച് കാര്യങ്ങൾ ചോദിക്കുക, റബ്ബിലേക്ക് മുഖം തിരിച്ച് ചെയ്യാനുള്ള നന്മകളിൽ വ്യാപൃതരാകുക. അവർക്ക് അല്ലാഹ് കൊടുത്ത പേരാണ് സൽവൃത്തൻ, നല്ലവൻ എന്നത്. അറിയുക, മൻ അസ്ലമ വജ്ഹഹു ലില്ലാഹ്. റബ്ബിലേക്ക് ആരാണോ മുഖത്തെ തിരിക്കുന്നത്, മനസ്സിനെ കൊടുക്കുന്നത്, ജീവിതത്തെ കൊടുക്കുന്നത്, അവർക്കാണ് നല്ലവരാകാൻ കഴിയുക. ബാഗ്ദാദിലേക്കോ നാഗൂരിലേക്കോ മുത്തുപ്പേട്ടയിലേക്കോ ഉള്ളാളത്തേക്കോ അല്ലെങ്കിൽ മടവൂരിലേക്കോ ഒന്നുമല്ല, പടച്ച റബ്ബിലേക്ക് തിരിയുക. അതിനോളം പരിശുദ്ധമായ പവിത്രമായ ഒരാശയമില്ല, ഒരു വിശ്വാസമില്ല. അതിനെതിരായി ചിന്തിച്ചാൽ ലാ ഇലാഹ ഇല്ലല്ലാഹയെ ബാധിക്കും, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ബാധിക്കും. ഖുർആനിന്റെ ആളാവുക, അഹ്ലാവുക എന്നതിൽ നിന്ന് അകറ്റപ്പെടും. വലിയ ഗൗരവമുള്ള കാര്യമാണ്. നന്നായി ചിന്തിക്കണം, ആലോചിക്കണം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതൊന്നും നിസാരമായി നമ്മൾ കാണേണ്ട വിഷയമല്ല. ഇതൊക്കെ വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഇത്തരത്തിൽ ഒരുപാട് അബദ്ധങ്ങൾ, ഒരുപാട് അന്ധവിശ്വാസങ്ങൾ ഇസ്ലാമിന്റെ പേരിൽ നമ്മുടെ നാട്ടിൽ ഉസ്താദുമാർ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. അത്തരം പ്രചരണങ്ങളിൽ അകപ്പെടാതെ വിശുദ്ധ ഇസ്ലാമിന്റെ യഥാർത്ഥ മാർഗത്തിലേക്ക് മടങ്ങി അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കേണ്ടതുപോലെ അള്ളാഹുവിനെ മനസ്സിലാക്കി പരലോകത്ത് വിജയിക്കണമെന്ന് ആഗ്രഹിച്ച് നാളെ അള്ളാഹു ഒരുക്കിയിട്ടുള്ള സ്വർഗത്തിൽ ഒരിടം കിട്ടണം എന്ന മനസ്സോടെ കാര്യങ്ങളെ കേൾക്കാനും വായിക്കാനും പഠിക്കാനും നാം ഓരോരുത്തരും സന്നദ്ധരാവുക. ഇതൊരിക്കലും വാശിയല്ല, ദേഷ്യം തീർക്കലല്ല, വൈരാഗ്യം തീർക്കലല്ല, ദൗത്യ നിർവഹണമാണ്. അല്ലാഹ് ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിർവഹിക്കപ്പെടുകയാണ്. അതുകൊണ്ട് പ്രമാണങ്ങളിലേക്ക് മടങ്ങുക, ഇസ്ലാമിന്റെ തനതായ ശരിയായ വിശ്വാസത്തിലേക്ക് മടങ്ങുക, റബ്ബിന് മാത്രം ജീവിതത്തെ സമർപ്പിക്കുക. അടിമകളെ പേടിക്കാതെ ഉടമയായ റബ്ബിനെ പേടിച്ചുകൊണ്ട്, സിട്ടികളെ പേടിക്കാതെ സിട്ടാവായ റബ്ബിനെ പേടിച്ചുകൊണ്ട്, നമുക്ക് അന്നം നൽകുന്ന, നമുക്ക് സൗഭാഗ്യം നൽകുന്ന ആ റബ്ബിനെ പേടിച്ചുകൊണ്ട് അനുസരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുക. തിരുത്തേണ്ട കാര്യങ്ങൾ തിരുത്തുക, സമൂഹത്തിൽ തിരുത്തേണ്ട കാര്യങ്ങൾ തിരുത്തുക, പഠിപ്പിക്കേണ്ട കാര്യങ്ങൾ പഠിപ്പിക്കുക. അത് പണ്ഡിതന്മാരുടെ ബാധ്യതയാണ്, ധർമ്മമാണ് എന്ന് മനസ്സിലാക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.